ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ നമ്മുടെ കഴിഞ്ഞതാകുന്ന ക്ലാസ്സിൽ തെർമൽ എൻജിനീയറിംഗ് എന്നതാകുന്ന ഭാഗത്തിൽ ടെർമിനോളജീസുകളാകുന്ന ആളുകളിൽ ചിലരെ പരിചയപ്പെട്ടു. അതും വളരെ കാര്യമാകുന്ന രീതിയിൽ തന്നെ ഏറ്റവും ഡെപ്ത് ആകുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെയെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതും ഏതാകുന്ന രീതിയിൽ അവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ള നിലയിലേക്കുമായിട്ടുണ്ടാവും. നിങ്ങൾ കൃത്യമാകുന്ന വണ്ണം ആ വീഡിയോ ഒക്കെ റിവിഷനുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇനിയും, കേട്ടോ? ഓക്കെ ആണ് എങ്കിൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാകുന്ന ആളുകളെയൊക്കെ നമുക്കൊന്ന് സഡൻ ആകുന്ന രീതിയിൽ, ക്വിക്കാകുന്ന രീതിയിലൊന്ന് റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞ് പുതിയതാകുന്ന ഭാഗത്തിലേക്ക് പോകാം. എന്തായിരുന്നു മക്കളെ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. ആ വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ളതാകുന്ന സ്റ്റഡിയാണ്. അവിടെ ഇൻ്ററാക്ഷൻസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് വർക്കും നടക്കും. ഇതാണ് തെർമോഡൈനാമിക്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലാത്ത ഒരു ഗ്യാസാണ്. ആൻഡ് ഇത് ഐഡിയലാകുന്ന കണ്ടീഷനിലായിരിക്കും. എന്താ ഐഡിയലാകുന്ന ആ കണ്ടീഷൻ? ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ അതാണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇനി തെർമോഡൈനാമിക്സിനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് തെർമോഡൈനാമിക്സ് എന്ന് പറയാം. അവിടെ ബൾക്ക് എമൗണ്ടിലാണ് മാറ്ററിനെ അല്ലെങ്കിൽ മാസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റഡിക്ക് വേണ്ടി. സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് തെർമോഡൈനാമിക്സ് എന്നാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അവിടെ ഇൻഡിവിജ്വൽ മോളിക്യൂളിൻ്റെ ബിഹേവിയറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഓക്കെയാണ്, ഇൻഡിവിജ്വൽ മോളിക്യൂൾസ്. മുകളിലോ തെർമോഡൈനാമിക്സിൻ്റെ ഭാഗം മാക്രോസ്കോപ്പിക് ആകുവാണെങ്കിൽ ലാർജർ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ബൾക്ക് എമൗണ്ടിൽ. ഇവിടെ ഇൻഡിവിജ്വൽ മോളിക്യൂൾ ബിഹേവിയർ ഇസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ ദ സ്റ്റഡി. ഓക്കെ ആണോ? അടുത്തത് എന്താണ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം? ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ് അല്ലെങ്കിൽ ഒരു റീജിയൺ ഓഫ് സ്പേസ് ആണ്. നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നതായ സ്ഥലമാണ് എന്ന് പറഞ്ഞു. അവിടെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യും? മൂന്നായിട്ട്. ഓപ്പൺ ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ഉണ്ട്. ബൗണ്ടറി എന്ന് വെച്ചാൽ എന്താണ്? ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെ സറൗണ്ടിങ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഇമാജിനറി ലൈൻ അല്ലെങ്കിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ്. സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദ ഫിസിക്കൽ സ്പേസ് ഔട്ട്സൈഡ് ദ സിസ്റ്റം. അതിനെ വിളിക്കുന്ന പേരാ എന്ത്? സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ എന്താ പറഞ്ഞേ? മാസ് എന്ന് പറയുന്നതായ ആള്, എനർജി എന്ന് പറയുന്നതായ ആള്, രണ്ടുപേരും ബൗണ്ടറിയെ ക്രോസ് ചെയ്ത് സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് എന്നാണെങ്കിൽ അത് ഓപ്പൺ സിസ്റ്റത്തിലായിരിക്കും. ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ എനർജി എക്സ്ചേഞ്ച് മാത്രമേ നടക്കൂ, മാസിൻ്റെ എക്സ്ചേഞ്ച് നടക്കില്ല. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ മാസിൻ്റെയും എനർജിയുടെയും എക്സ്ചേഞ്ച് നടക്കില്ല. രണ്ടും അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഇനി എക്സാമ്പിൾസ് പറഞ്ഞു. ഓപ്പൺ കപ്പിലിരിക്കുന്ന ചായ ആണെങ്കിൽ ഓപ്പൺ സിസ്റ്റം. ക്ലോസ്ഡ് കപ്പിനകത്ത് ഒരടപ്പിട്ട് അടച്ചു വെച്ചിരിക്കുന്ന കപ്പിനകത്ത് ചായ ആണെങ്കിൽ അതെന്ത്? ക്ലോസ്ഡ് സിസ്റ്റം. ഒരു തെർമൽ ഫ്ലാസ്കിനകത്തിരിക്കുന്ന ചായ ആണെങ്കിൽ അത് ഐസൊലേറ്റഡ് സിസ്റ്റം എന്നും പറഞ്ഞു. ഡൗട്ടില്ലേ? അടുത്തതാകുന്നത് എന്താ? എന്താണ് ഒരു പ്രോപ്പർട്ടി? അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തിൻ്റെ? സിസ്റ്റത്തിൻ്റെ. സിസ്റ്റത്തിൻ്റേതാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് ആൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻ ആൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർട്ടി. ഇക്വിലിബ്രിയം ആകുന്ന കണ്ടീഷനിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ വിളിക്കുന്ന പേരാ പ്രോപ്പർട്ടി. എത്ര ടൈപ്പ് ഉണ്ട്? എക്സ്റ്റെൻസീവ്, ഇൻറ്റൻസീവ് എന്നിങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. എക്സ്റ്റെൻസീവ് മീൻസ് എന്താണ്? ഡിപ്പെൻഡൻ്റ് ഓഫ് മാസിനെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത്. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻറ്റൻസീവ്? ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞു. അതുപോലെ എക്സ്റ്റെൻസീവ് ആകുന്ന പ്രോപ്പർട്ടിയെ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ മാസ് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസ്. അതിനെ എന്തെന്ന് വിളിക്കാം? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വേരിയബിൾസുകളാകുന്ന ആളുകൾ ആരൊക്കെയാണ് ഇവിടെ എടുക്കേണ്ടത്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഈ പറയുന്ന മൂന്ന് പേർക്കും ഒരു ഫിക്സ്ഡ് ആകുന്ന ഒരു വാല്യൂ ഉണ്ട് എന്നാണെങ്കിൽ അതിനെ നമുക്കൊരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയാം. ഈ മൂന്ന് പേരുടേതുമാകുന്ന ആ വാല്യൂ ഫിക്സ്ഡ് ആകുന്ന രീതിയിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം വരെ നിലനിൽക്കുന്നു എന്നാണെങ്കിൽ അതിനെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് പറയാം. എന്ത് പേരിട്ടാ വിളിക്കുക? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന പേരിട്ട് വേണം വിളിക്കാൻ. അവനെ എന്ത് പേരിട്ട് വിളിക്കണം? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന പേരിട്ട് വിളിക്കണം. ഓക്കെ ആണോ? ഇവിടെ തെർമൽ എന്നല്ല കണക്കാക്കേണ്ടത്, തെർമോഡൈനാമിക് എന്നാണ് കണക്കാക്കേണ്ടത്, കേട്ടോ. തെർമോഡൈനാമിക് എന്ന് കണക്കാക്കുക, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് കണക്കാക്കുക. ഇനി ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം ഉണ്ട്, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. തെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചറിലൂടെ, മെക്കാനിക്കൽ ആണെങ്കിൽ പ്രഷറിലൂടെ, പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട് എന്നൊന്ന് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ?
അടുത്തത് എന്താണ് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ്? എടാ, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിന്ന് അടുത്തതാകുന്ന ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിനകത്തേക്ക് ഒരു സിസ്റ്റം മാറുന്നു എന്നാണെങ്കിൽ ആ മാറ്റം സംഭവിക്കുന്നതായ വഴി ഏത്, പാത്ത് ഏത്? സോ ദ സക്സസീവ് പാത്ത് ത്രൂ വിച്ച് എ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ ഇക്വിലിബ്രിയം ടു അനദർ ഈസ് കോൾഡ് ആസ് തെർമോഡൈനാമിക് പ്രോസസ്സ്. ഏതൊക്കെ പ്രോസസ്സ് പറഞ്ഞു? ഐസോ തെർമൽ പ്രോസസ്സ്, അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ഐസോ ബാറിക് പ്രോസസ്സ്, അവിടെ പ്രഷർ കോൺസ്റ്റൻറ്റ്. ഐസോ കോറിക് പ്രോസസ്സ്, അവിടെ വോളിയം കോൺസ്റ്റൻറ്റ്. ഐസെൻട്രോപ്പിക് പ്രോസസ്സ്, അവിടെ എൻട്രോപ്പി ഈസ് എ കോൺസ്റ്റൻറ്റ്. അഡേബാറ്റിക് പ്രോസസ്സ് വെയർ ഹീറ്റ് എക്സ്ചേഞ്ച് ഇസ് സീറോ, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അങ്ങനെയാകുന്ന അഡേബാറ്റിക് പ്രോസസ്സിനെയും പഠിച്ചു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാകുന്നത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണ്. ആണോടാ? അല്ല, നമ്മൾ അവിടെ വരെ പഠിച്ചോളൂ, ഇവിടുന്ന് അതിന് തുടങ്ങണ്ടേ. എന്നാൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. മക്കളെ, വളരെ കാര്യമാകുന്ന രീതിയിൽ തന്നെ ചിന്തിക്കാനുള്ള കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നോക്കേടാ, പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നവനെ, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഓക്കെ ആണോ? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഓക്കെ ആണോ? എന്താ ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? നോക്കേടാ, ഇത് ഇൻഫൈനൈറ്റ്ലി സ്ലോ ആകുന്ന തെർമോഡൈനാമിക് പ്രോസസ്സാണ്. എന്താടാ? ഇൻഫൈനൈറ്റ്ലി സ്ലോ ആകുന്ന തെർമോഡൈനാമിക് പ്രോസസ്സുകൾ. എന്താന്നാ പറഞ്ഞേ? ദീസ് ആർ ഇൻഫൈനൈറ്റ്ലി സ്ലോ തെർമോഡൈനാമിക് പ്രോസസ്. എന്താന്നാ പറഞ്ഞേ? സ്ലോ. എടാ, വളരെ സ്ലോ ആകുന്ന തെർമോഡൈനാമിക് പ്രോസസ്സ്. അതെന്താ അവിടുത്തെ പ്രത്യേകത? ദ സിസ്റ്റം റിമൈൻസ് അറ്റ് ഇന്റേണൽ ഇക്വിലിബ്രിയം ഓൾ ദ ടൈം. അവിടെ ഇക്വിലിബ്രിയം എന്നതാകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ ആണോ? എടാ, ഒരു പ്രോസസ്സ് ടപ്പേന്ന് സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, പെല്ലെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സ്. അതിനെ വിളിക്കുന്ന പേരാ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അതായത് ഇൻഫൈനൈറ്റ്ലി സ്ലോ ആകുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ സിസ്റ്റം എല്ലായ്പ്പോഴും ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഓൾമോസ്റ്റ് എന്താണ്? എല്ലായ്പ്പോഴും എന്താണ്? റിമൈൻസ് അറ്റ് ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം ഓൾ ദ ടൈംസ്. ഓൾമോസ്റ്റ് എന്ന് പറയണ്ട, അറ്റ് ഓൾ ദ ടൈംസ് സിസ്റ്റം റിമൈൻസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്താ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പഠിച്ചേ. ഇനി അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്നുള്ള വണ്ണം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ഫിഗർ തന്നെ കൊടുത്തിട്ടുണ്ട്. മക്കളെ, ഇത് ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ ഒരു ഗ്രാഫാണ്. ഇത് ക്വാസി സ്റ്റാറ്റിക്കിൻ്റെ അല്ല, നോൺ ക്വാസി സ്റ്റാറ്റിക് ആകുന്നതിൻ്റെ ഒരു ഗ്രാഫാണ്. ഓക്കെ ആണോ? മക്കളെ, ഇവിടെ നോക്കടാ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന്. എടാ, ഫീച്ചേഴ്സ് നോക്കിയതാ കൊടുത്തിട്ടുണ്ട്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ ഒന്ന്, അത് ഇൻഫൈനൈറ്റ്ലി സ്ലോ ആകുന്ന പ്രോസസ്സാണ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി സ്ലോ ആകുന്ന പ്രോസസ്സാണ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി സ്ലോ ആകുന്ന പ്രോസസ്സാണ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി സ്ലോ പ്രോസസ്സ്. വളരെ സാവധാനത്തിൽ ഒരുപാട് സമയമെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇന്റേണൽ ഇക്വിലിബ്രിയം ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റൻറ്റ്. ഇന്റേണൽ ഇക്വിലിബ്രിയം ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റൻറ്റ്. അതായത് ആ സിസ്റ്റത്തിൻ്റെ അകത്ത് എല്ലായ്പ്പോഴും ആ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ്. കണ്ടോ? ആ കോൺസ്റ്റൻറ്റ്. കണ്ടോ? ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം ഈസ് മെയിൻറ്റെയിൻഡ് എ കോൺസ്റ്റൻറ്റ്. അത് മാത്രമല്ല, വളരെ സ്ലോ ആയിട്ട് സംഭവിക്കുന്നതായ കാര്യമായതുകൊണ്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനകത്തേക്ക് വരുമ്പോൾ ഓരോ പോയിന്റുകളെയും മാർക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്, ട്രേസ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ട്രേസബിൾ. അതുമാത്രമല്ല, സമയമെടുത്ത് സംഭവിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു ലൈൻ കണ്ടോ, ഒരു ലൈനിനകത്ത്, ലീനിയർ എന്ന് പറയണ്ട, ഒരു ലൈനിനകത്ത്, ഒരു കേർവ്ഡ് ലൈൻ അല്ലെങ്കിൽ പോട്ടെ, ഒരു ലൈൻ തന്നെ കണ്ടിന്യൂസ് ആകുന്ന രീതിയിൽ, ബ്രേക്ക് വരാത്തതാകുന്ന രീതിയിൽ അവിടെ എന്തുണ്ട്? ദാ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ് ഇവൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്നതായത് എന്നും മനസ്സിലാക്കുക. ഓക്കെ, ഒന്നുകൂടെ പറ. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് വളരെ സാവധാനത്തിൽ സംഭവിക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്ലി സ്ലോ പ്രോസസ്. ഇൻഫൈനൈറ്റ്ലി സ്ലോ പ്രോസസ്. ഇനി അടുത്ത എന്താ പറഞ്ഞേ? ഈ പറയുന്നതായ കണ്ടീഷനിൽ ദ സിസ്റ്റം ഓൾവേസ് റിമൈൻസ് ഇൻ ആൻ ഇന്റേർണൽ ഇക്വിലിബ്രിയം വിച്ച് ഈസ് മെയിൻറ്റെയിൻ ടു ബി എ കോൺസ്റ്റന്റ്. ഓക്കെ ആണോ? ഇന്റേർണൽ ഇക്വിലിബ്രിയം ആകുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്, അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾവേസ്, ഓൾ ദ ടൈം എന്ന് വേണം പറയാൻ. ഓൾ ദ ടൈം, അവിടെ എല്ലാ സമയത്തും ഇന്റേണൽ ഇക്വിലിബ്രിയം കൺസിഡർഡ് ടു ബി എ കോൺസ്റ്റന്റ്. അവിടെ മാറ്റമില്ലാതെ തന്നെ ഇന്റേണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞേ? എടാ, ഇവൻ വളരെ സ്ലോ ആയിട്ടായതുകൊണ്ട് എല്ലാ പോയിന്റുകളും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും, ട്രേസബിൾ ആണ്. അത് മാത്രമല്ല, ഇവൻ കണ്ടിന്യൂസും ആണ്.
ഇനി നോക്കേ, സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ പോയിൻറ്റ്സ് ആർ അറ്റ് ഇക്വിലിബ്രിയം. ഈ ഒരു പോയിൻ്റ് എടുത്തു, ഇക്വിലിബ്രിയത്തിലാണ്. ഈ ഒരു പോയിൻ്റ് എടുത്തു, ഇക്വിലിബ്രിയത്തിലാണ്. ഈ ലൈനിനകത്തുള്ള ഏതൊരു പോയിൻ്റ് മാർക്ക് ചെയ്താലും ഓൾവേസ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഇസ് ഇൻ ഇക്വിലിബ്രിയം എന്നാ പറയണ്ടേ. സോ ഓൾ ദ പോയിന്റ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ്. ഇനി വർക്ക് ഡൺ എന്താ, എടാ മാക്സിമം ആകുന്ന രീതിയിൽ റിവേഴ്സിബിൾ ആകുന്ന വർക്ക് ഇവിടെ കിട്ടും. മാക്സിമം റിവേഴ്സിബിൾ ആകുന്ന വർക്ക് ഇവിടെ കിട്ടും. മാക്സിമം വർക്ക് ഉണ്ടാക്കാം ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ റിവേഴ്സിബിൾ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞു തരാവേ. എടാ വളരെ സാവധാനത്തിൽ സംഭവിക്കുന്നതായ ഒരു സംഭവമാണെങ്കിൽ, വളരെ സാവധാനത്തിലാണെങ്കിൽ ഓക്കെ ആണോ, അവിടെ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്കാണെന്നിരിക്കട്ടെ. ഓക്കെ, ആ വർക്ക് റിവേഴ്സിബിൾ ആയിരിക്കും. അതായത് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് അവൻ എത്തുന്നുണ്ട്, ഇതുപോലെ ഇവിടെ നിന്ന് തിരിച്ച് പെർഫെക്റ്റ്ലി അവനേതാ ഇതേ സ്ഥലത്തേക്ക് ഇതേ വഴിയിലൂടെ തന്നെ എത്തിക്കാനും പറ്റും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? 1-ൽ നിന്ന് 2-ലേക്ക് എത്തുന്നു, 2-ൽ നിന്ന് തിരിച്ച് 1-ലേക്ക് എത്താൻ പറ്റുമെന്നർത്ഥം. ഇവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ എത്ര വർക്ക് ചിലവാക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര വർക്ക് ഔട്ട് തരുന്നുണ്ടോ അത്രയും തന്നെ തിരിച്ചും കിട്ടും. കൊടുത്താൽ തിരിച്ച് അങ്ങോട്ടും കിട്ടും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ മനസ്സിലാക്കുക, മാക്സിമം വർക്കും കിട്ടും ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ റിവേഴ്സിബിളും ആയിരിക്കും. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇൻഫൈനൈറ്റ്ലി സ്ലോ ആണ്, അത് കഴിഞ്ഞ് കോൺസ്റ്റൻ്റ് ആകുന്ന ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ട്രേസബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്, ഓൾ ദ പോയിൻറ്റ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം. അതുപോലെ തന്നെ പറഞ്ഞു മാക്സിമം റിവേഴ്സിബിൾ വർക്ക് നമുക്ക് അവിടുന്ന് കിട്ടും. മാക്സിമം ആകുന്ന റിവേഴ്സിബിൾ ആകുന്ന വർക്ക് നമുക്ക് അവിടുന്ന് കിട്ടും. ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഇനി ഇതാണ് ഇങ്ങോട്ടൊന്ന് നോക്കേ. ഇവിടെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ചെയ്യുന്നതായ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എടാ ഈ പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഒക്കെ വരുമ്പോഴേ ഇത് പെല്ല സംഭവിച്ചാൽ മതി എന്നാണെങ്കിൽ ആദ്യം ഞാനൊരു വെയിറ്റ് അങ്ങോട്ട് എടുത്ത് വെക്കും. ഓക്കെ, ഒന്നും വേണ്ട, ഒരു 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 എയറിനെ ഞാനൊന്ന് കംപ്രസ് ചെയ്യാൻ പോവുക. ഒരു 60 കിലോയുടെ ചാക്കെടുത്ത് ഒറ്റ ഇടക്കവും കിട്ടും. ഒറ്റയടിക്ക് ആ എയർ അങ്ങ് കംപ്രസ്സായി എന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും, ഒറ്റയടിക്ക് ആ എയർ കംപ്രസ്സായി എന്ന് വിചാരിക്കും. ഓക്കെ, അത് ഒരു സഡൻ ആക്ഷനാണ്, അതൊരു നോൺ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സാണ്. ഇനി ക്വാസി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ 60 കിലോ ഒറ്റയടിക്ക് എടുത്തിടുന്നതിന് പകരം ഞാൻ ആദ്യം ഒരു 2 കിലോ ഇട്ടു, പിന്നെ ഒരു 2 വെച്ചു, പിന്നെയും 2 വെച്ചു. ഇങ്ങനെ 2 കിലോകൾ വീതമാകുന്ന വെയിറ്റുകളെ ഇങ്ങനെ ഇട്ടിട്ട് ഓരോ പർട്ടിക്കുലർ ആകുന്ന സമയം കഴിയുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് 60 കിലോയിലേക്ക് എത്തിക്കുക. ഓക്കെ ആണോ? 2 വീതം എന്നവണ്ണം 30 വെയിറ്റുകൾ, 30 എണ്ണം വെയിറ്റുകൾ 2 കിലോ വീതമുള്ളത് ഇങ്ങനെ ഇട്ട് പതുക്കെ ഞാൻ അവിടെ വർക്ക് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുക. അതിനെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയും. എന്നാൽ മൊത്തത്തിൽ 60 കിലോ ഒറ്റ ഇടക്കം ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി? നോൺ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സായി. എന്താ അർത്ഥം? എടാ ഇൻഫൈനൈറ്റ്ലി സ്ലോ ആകുന്ന രീതിയിൽ നടക്കണ്ടേ, അതിന് വെയിറ്റ് സൈമൾട്ടേനിയസ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, പെല്ലയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ട്രേസബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്, ഓൾ ദ പോയിൻറ്റ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇവിടെ മാക്സിമം ആകുന്ന വർക്കുണ്ട് അവിടെ, അതും എന്താണെന്നാണ് പറഞ്ഞത്? റിവേഴ്സിബിൾ ആകുന്നതാണെന്നാണ് പറഞ്ഞത്. ഡൗട്ടുകളില്ലേ? ഇനി നോൺ ക്വാസി സ്റ്റാറ്റിക് ആണെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് കണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കുന്നു. ഇവിടെ നോൺ ഇക്വിലിബ്രിയം ആകുന്ന കണ്ടീഷൻ, ഇക്വിലിബ്രിയം ഒന്നും ഉണ്ടാകത്തില്ല അവിടെ. അൺട്രേസബിൾ ആണ്. കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ മുറിഞ്ഞൊക്കെ വരുന്നത് കണ്ടോ. ഇവിടെ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വരും, ചിലപ്പോൾ അവ ഇതുവഴി കൂടി ഇങ്ങനെ അങ്ങ് പോവും, ചിലപ്പോൾ ഇതിലേ കൂടി ഇങ്ങനെ അങ്ങ് പോവും, ഇവിടെ കൂടെ ചിലപ്പോൾ അങ്ങോട്ട് പോവും, എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് പോയി കളയും. കൃത്യമായിട്ട് ഇന്ന വഴി കൂടെ അവൻ പോകത്തുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല. അതായത് അവിടെ പാത്ത് എന്ന് പറയുന്നത് ട്രേസബിൾ അല്ല. അത് മാത്രമല്ല ഡിഫൈൻഡ് ആണോ അവിടെ? ഡിഫൈൻഡ് ആണോ? അല്ല, അൺഡിഫൈൻഡ്. അത് കണ്ടിന്യൂസ് ആകുന്ന രീതിയിലായിരിക്കില്ല, ഒരു അൺഡിഫൈൻഡ് ആകുന്ന രീതിയിലായിരിക്കും, ഇങ്ങനെ മുറിഞ്ഞൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി എന്താ പറഞ്ഞേ? ഇമീഡിയറ്റ് പോയിൻറ്റ്സ് ആർ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് വന്നെന്ന് വിചാരിക്കുക, ഇവിടുന്ന് ഈ പോയിന്റ് വന്നെന്ന് വിചാരിക്കുക, ഇവിടുന്ന് ഈ പോയിന്റ് വന്നെന്ന് വിചാരിക്കുക, എല്ലാ പോയിന്റുകളും ഇക്വിലിബ്രിയത്തിനകത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ കണ്ടീഷനിലോ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് നോക്കേ, ഈ 2 പോയിന്റുകളും എന്തല്ല? ഇക്വിലിബ്രിയത്തിലല്ല. രണ്ടും എന്താണ്? രണ്ടും 2 കണ്ടീഷനുകളിലാണ്, ഇക്വിലിബ്രിയം അല്ലാത്ത കണ്ടീഷനുകളിലും ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? സോ ഇമീഡിയറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായിട്ടുള്ള പോയിന്റുകൾ, ഒരിടത്തുനിന്ന് അടുത്തതാകുന്ന തൊട്ടടുത്തുള്ള പോയിന്റുകളെ 2 പോയിന്റുകളെ കൺസിഡർ ചെയ്യും. അവന്മാരെന്തായിരിക്കും? ഇമീഡിയറ്റ് പോയിന്റ്സ് ആർ നോട്ട് ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ലെസ് ദാൻ മാക്സിമം വർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടൂല. ലെസ് ദാൻ മാക്സിമം വർക്ക്. അത് മാത്രമല്ല, ആൻഡ് ദാറ്റ് ടു ഈസ് ഇറിവേഴ്സിബിൾ. അവന്മാരെ എന്ത് ചെയ്യാനും പറ്റത്തില്ല, ഇറിവേഴ്സിബിൾ ആകുന്നതുമായിരിക്കും.
ഓക്കെ, ഇറിവേഴ്സിബിൾ ആകുന്നതുമായിരിക്കും. ഇപ്പോൾ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ നാരങ്ങ പിഴിയത്തില്ലേ, ഈ നാരങ്ങ ഞെക്കിക്കകത്ത് ഒരു വട്ടം ഇങ്ങനെ ഞെക്കി അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നീരതിൽ നിന്ന് കിട്ടുമായിരിക്കും, പക്ഷേ കുറച്ച് അതിനകത്തുണ്ട്. ഞാൻ പെല്ല ഇങ്ങനെ അമക്കി സമയമെടുത്തിട്ടാണ് ആ നാരങ്ങ നീര് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നതെങ്കിൽ എനിക്ക് മാക്സിമം ഔട്ട് കിട്ടും എന്നാലോചിച്ചാൽ മതി. സാവധാനത്തിൽ പിഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറേ നീര് കിട്ടും, നാരങ്ങ നീര് കിട്ടും. പക്ഷെ ഒറ്റയടിക്ക് ഞെക്കിയിട്ട് കളയാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീര് അതിനകത്ത് തന്നെ വേസ്റ്റായി പോകത്തേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇൻഫൈനൈറ്റ്ലി സ്ലോ ആണ് ക്വാസി സ്റ്റാറ്റിക്, കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം ഉണ്ട്, ട്രേസബിൾ കണ്ടിന്യൂസ് ആണ്, ഓൾ പോയിൻറ്റ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ്, മാക്സിമം റിവേഴ്സിബിൾ വർക്ക്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിനകത്ത് ക്വാസി സ്റ്റാറ്റിക്കിൻ്റേതായ പ്രോപ്പർട്ടീസ് അല്ലാത്തത് ഏത്, ആയതേത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. നോൺ ക്വാസി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്, നോൺ ഇക്വിലിബ്രിയം ആകുന്ന കണ്ടീഷനുകളിലായിരിക്കും, ഇമീഡിയറ്റ് പോയിൻറ്റ്സുകളൊന്നും ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല, അൺട്രേസബിൾ ആൻഡ് അൺഡിഫൈൻഡ്, ദേ ആർ നോട്ട് എന്താണ് കണ്ടിന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ദ പാത്ത് കവേർഡ് എന്ന് പറയുന്നത് നോട്ട് എക്സാക്ട് ദ സെയിം. ഓക്കെ, അതായത് 1ൽ നിന്ന് 2ലെത്തി, 2ൽ നിന്ന് തിരിച്ച് 1ലേക്ക് പോകുമ്പോൾ വേറെ ഏതെങ്കിലും പാത്തായിരിക്കും അവിടെ ക്രിയേറ്റ് ആവുക. ഓക്കെ ആണോ? അതുകൊണ്ട് എന്താണ് പാത്ത് കവേർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സാക്റ്റ് ആയിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് അവിടെ ഇറിവേഴ്സിബിൾ ആകുന്നൊരു കണ്ടീഷനും ഉണ്ട്. അവിടെ മാക്സിമം വർക്ക് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ലെസ് ദാൻ ദ മാക്സിമം വർക്കേ കിട്ടൂ. അപ്പോൾ മാക്സിമം ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്വാസി സ്റ്റാറ്റിക് റെക്കമെൻഡ് ചെയ്താൽ മതി. പറഞ്ഞു കിട്ടിയോ? ഓക്കെ, അടുത്ത എന്താണെന്ന് നോക്കേ. തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? തെർമോഡൈനാമിക് ആകുന്ന സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് പറയാൻ പോകുന്നത്. മക്കളെ വലിയ കാര്യമൊന്നുമില്ല. ദ പ്രോസസ് ഇൻ എ ക്ലോസ്ഡ് സീരീസ്, അതായത് ഞാനൊരു അടച്ചു മൂടി കെട്ടിയതാകുന്ന ഒരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുന്നു. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോകാമെന്ന് നോക്കിക്കോണേ. കംപ്രഷൻസുകൾ കൊടുക്കും, കണ്ടോ, ഹീറ്റിങ് കൊടുക്കും, എക്സ്പാൻഷൻ കൊടുക്കും, അതുപോലെ കൂളിംഗ് കൊടുക്കും. കണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ നടത്തും? ഒരു ക്ലോസ്ഡ് ആകുന്ന ഒരു സെറ്റപ്പിനകത്ത് കംപ്രഷൻ, ഹീറ്റിംഗ്, എക്സ്പാൻഷൻ, കൂളിംഗ് ആരെയൊക്കെ കൊടുക്കും? കംപ്രഷൻ, ഹീറ്റിംഗ്, എക്സ്പാൻഷൻ, കൂളിംഗ് ആരെയൊക്കെ കൊടുക്കും? കംപ്രഷൻ, എക്സ്പാൻഷൻ, കൂളിംഗ്, ഹീറ്റിംഗ്, കംപ്രഷൻ, ഹീറ്റിംഗ്, എക്സ്പാൻഷൻ, കൂളിംഗ്, കംപ്രഷൻ, ഹീറ്റിംഗ്, എക്സ്പാൻഷൻ, കൂളിംഗ് ആരെയൊക്കെ കൊടുക്കൂടാ? കംപ്രഷൻ, ഹീറ്റിംഗ്, എക്സ്പാൻഷൻ, കൂളിംഗ്. ഒന്നുകൂടെ, തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് വെച്ചാൽ എന്താ? ഒരു ക്ലോസ്ഡ് ആകുന്ന ഒരു സെറ്റപ്പിനകത്ത് കംപ്രഷൻസുകളും ഹീറ്റിംഗ് എഫക്റ്റുകളും എക്സ്പാൻഷൻസുകളും കൂളിംഗ് എഫക്റ്റുകളും ഒക്കെ കൊടുക്കുന്നു. ആരിൽ? ഇൻ ദി വർക്കിംഗ് ഫ്ലൂയിഡ്. നമ്മൾ ആ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാകുന്ന ഒരു മെറ്റീരിയൽ, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇല്ലേ, ആ മെറ്റീരിയൽ, അതിനെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് വിളിക്കുക. അവനിനകത്താണ് ഈ പറയുന്ന പരിപാടികൾ നടത്തുന്നത്. ആൻഡ് റിട്ടേണിംഗ് ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? പഴയതുപോലെ. എടാ ഞാൻ ഒന്ന് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പോൾ ഏറെക്കുറെ എന്താണ് എന്നൊരു ധാരണ കിട്ടും. എടാ ഞാൻ ദാ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്നെ ഈ ഇരുത്തിയേക്കുന്ന പോയിന്റിനെ വിളിക്കുന്നവർ 1 എന്നാണ്. എന്നെ ഒരുത്തൻ എടുത്തുകൊണ്ട് പോയി ഇതാ ഈ 2 എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എന്നെ എടുത്ത് 2 എന്ന് പറയുന്നതായ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നു എന്നെ. സോ ഇത് ഞാനൊരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമായിരുന്നു, ഇത് വേറൊരു ഇക്വിലിബ്രിയത്തിനകത്താണ് ഞാനെന്ന് വിചാരിക്കുക. അല്ലേ വേണ്ട, ഇക്വിലിബ്രിയം വേണ്ട, ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. ഇനി മനസ്സിലാക്കുക, ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്തൊരു സ്റ്റേറ്റിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദാ ഈ പറഞ്ഞതിനകത്ത് കംപ്രഷൻസ് നടക്കും, അല്ലെങ്കിൽ ഹീറ്റിംഗ് നടക്കും, അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടക്കും, അല്ലെങ്കിൽ കൂളിംഗ്, ഏതെങ്കിലുമൊക്കെ 1 or 2 ആളുകളൊക്കെ അവിടെ കൊണ്ടുവരാമെന്ന് വെച്ചോ. ഇങ്ങനെ വന്ന് 2ലിരിക്കുക. ഈ പറഞ്ഞ 2ൽ നിന്ന് തിരിച്ചെന്നെ എവിടേക്ക് തന്നെ എത്തിക്കും? 1 എന്ന് പറയുന്ന അതേ പോയിന്റിലേക്ക് തിരിച്ചെത്തിക്കും. ഞാൻ എന്താ പറഞ്ഞത്? 1 എന്ന സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചു, 2 എന്ന സ്റ്റേറ്റിൽ നിന്ന് തിരിച്ചെന്നെ 1 എന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇവിടെ ഏത് കണ്ടീഷനിലാണ് തുടങ്ങിയത്? തിരിച്ചു വരുമ്പോൾ അതേ കണ്ടീഷനിൽ തന്നെ ആയിരിക്കും ഇവിടെ. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? 1 ആകുന്ന സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ 2 ആകുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇരുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആകുന്ന സ്റ്റേറ്റ് മാറും. അതായത് ഇവിടെ ഞാൻ പറയുക P1 പ്രഷർ, V1 വോളിയം, T1 ടെമ്പറേച്ചർ ആണെന്നിരിക്കട്ടെ. ഇവിടെ എത്തുമ്പോൾ പ്രഷർ P2 ആണ്, വോളിയം V2 ആണ്, ടെമ്പറേച്ചർ T2 ആണെന്നിരിക്കട്ടെ. ഈ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് വർക്കോ അല്ലെങ്കിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ നമ്മൾ അവിടെ ഔട്ട് കിട്ടി, എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡിനെ പഴയതുപോലെ ഞാൻ തിരിച്ചുകൂടെ കൊണ്ടുവരുമെന്ന് വിചാരിക്കും. ഇവിടെ എത്തുമ്പോൾ ഈ പറയുന്ന വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ സ്റ്റേറ്റ് പഴയതുപോലെ P1, V1, T1 തന്നെ മാറിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കെ. തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് നടക്കും? ഒരു പ്രോസസ്സ് നടക്കും. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റിനെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയം കണ്ടീഷനകത്തേക്ക് മാറ്റുന്നു. ആ സമയത്ത് അങ്ങനെ മാറ്റുമ്പോൾ അവിടെ കംപ്രഷൻസുകളും ഹീറ്റിങ്ങുകളും എക്സ്പാൻഷൻസുകളും
ഹീറ്റിങ്ങുകളും കൂളിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ടാവാം. അവിടെ എവിടെയാണ് അത് നടക്കുന്നത്? വർക്കിംഗ് ഫ്ലൂയിഡിനകത്താണ് മക്കളെ അത് നടക്കുന്നത്. ഇനി എന്താ, അങ്ങനെ നടക്കുമ്പോൾ ഈ പറയുന്ന 4 പ്രോസസ്സുകൾ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ആ പറയുന്ന വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ അവസ്ഥ മറ്റൊരവസ്ഥയിലേക്ക് മാറി അവിടെ ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചവൻ എവിടെ തുടങ്ങിയോ അതേ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാവും. ഓക്കെ ആണോ? സോ മനസ്സിലാക്കിയ തെർമോഡൈനാമിക് സൈക്കിൾ അവിടെ പ്രോസസ്സ് ഇൻ ക്ലോസ്ഡ് എന്താണ് സീരീസ് ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് കംപ്രഷൻ, ഹീറ്റിംഗ്, എക്സ്പാൻഷൻ ആൻഡ് കൂളിംഗ്, വേർ ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് റിട്ടേണിംഗ് ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനി ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാകാനെന്നുള്ള വണ്ണം ഞാനൊരു സംഭവം പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ ബൈക്കൊക്കെ പോലെയുള്ള, അല്ലെങ്കിൽ വേണ്ട, ഒരു എൻജിൻ പരിഗണിച്ചാൽ മതി. ഒരു ബൈക്കിൻ്റെ എൻജിൻ ആയിക്കോട്ടെ. ആദ്യത്തെ സമയത്ത് ആ ബൈക്കിൻ്റെ എൻജിനകത്തുള്ളതാകുന്ന ഒരു പ്രഷർ, അവിടെ ഒരു വോളിയം, ഒരു ടെമ്പറേച്ചർ ഉണ്ടാകുമെന്ന് വിചാരിക്കും. ആ പറയുന്ന കണ്ടീഷൻ കറക്റ്റാകുന്ന രീതിയിൽ അവിടെ ബാലൻസ് ആയാലേ ഈ പറയുന്ന കാർബറേറ്ററിനകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പെട്രോൾ എന്ത് ചെയ്യത്തുള്ളൂ? ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ വന്ന് നിറയത്തുള്ളൂ. ഓക്കെ ആണോ? ആ വന്ന് നിറഞ്ഞതിന് ശേഷം പിസ്റ്റൺ ഉപയോഗിച്ച് അതിനെ മാക്സിമം ആകുന്ന രീതിയിൽ കംപ്രസ് ചെയ്ത് ടെമ്പറേച്ചർ നല്ലതുപോലെ കൂട്ടി അവിടെ ബേണിംഗ് പ്രോസസ്സ്, എന്താണ് കമ്പഷൻ പ്രോസസ്സ് നടത്തി കഴിയുമ്പോൾ അവിടെ പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ആവും. ശരിയല്ലേ? മാക്സിമം കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടായി? ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പറയുന്ന കണ്ടീഷൻ, അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആകുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ അവിടെ റീച്ച് ചെയ്തിട്ട് അവിടെ ഈ പറയുന്ന സക്ഷൻ കൃത്യമായിട്ട് നടത്തി അകത്ത് പെട്രോൾ, ആ ഒരു പെട്രോൾ എയർ മിക്സർ വന്ന് നിറഞ്ഞു കഴിഞ്ഞ് അതിനെ മാക്സിമം ആകുന്ന രീതിയിൽ കംപ്രസ് ചെയ്യുമ്പം ഫസ്റ്റ് സ്റ്റേറ്റ് ആകുന്ന PVT എന്നത് മാറി പുതിയൊരു PVT വരുവാണ്. പുതിയൊരു പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ വരും. ആ മാക്സിമം ആകുന്ന പ്രഷറും ടെമ്പറേച്ചറും വോളിയം ഒക്കെ അവിടെ കൊടുത്തു കഴിയുമ്പോൾ മാക്സിമം ആകുന്ന രീതിയിൽ അവിടെ കംപ്രഷൻ നടക്കുമ്പോൾ വോളിയം ചെറുതാവുകയാണ്. അവിടെ അത്ര കംപ്രഷൻ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ കാര്യമാക്കി കൂടും. അപ്പോഴത്തേക്ക് അവിടെ ആ ഒരു സഡൻ ആകുന്ന ഒരു സ്പാർക്കും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതെന്താവും? എക്സ്പാൻഡ് ആവും. ഭയങ്കരമാകുന്ന രീതിയിൽ സഡനായിട്ട് എക്സ്പാൻഡ് ആവും. ഇത് എക്സ്പാൻഡ് ആകുമ്പോഴത്തേക്ക് മറ്റൊരു പുതിയ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ അവിടെ റീച്ച് ആവും. ഓക്കെ ആണോ? അവിടുന്ന് വർക്കും കാര്യങ്ങളും എല്ലാം കിട്ടും. അതായത് വീല് കറങ്ങാനുള്ളതാകുന്ന എല്ലാ എനർജിയും അവിടുന്ന് കിട്ടും. അതിനുശേഷം ആ പഴയ PVT തുടക്കത്തിലിരുന്ന പ്രഷർ, വോളിയം, ടെമ്പറേച്ചറിനകത്തേക്ക് ആ സിസ്റ്റം റീച്ച് ആവും. അത് റീച്ച് ആയാലേ പുതിയ ഫ്ലൂയിഡിനെ അകത്തേക്ക് എടുക്കാൻ പറ്റും, പുതിയ പെട്രോൾ എയർ മിക്സറിനകത്തേക്ക് എടുക്കാൻ പറ്റും. വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് എന്തെന്ന് വിളിക്കാം? ഞാനീ പറഞ്ഞത് ഡീസൽ സൈക്കിൾ, പെട്രോൾ സൈക്കിൾ എന്നൊക്കെ പറയുന്ന സൈക്കിൾ എന്ന് പറയുന്ന സാധനമാണ് ഞാനീ പറഞ്ഞത്. എന്താ അവിടെ സംഭവിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരാളെ കിട്ടും, ഒരു വർക്കിംഗ് ഫ്ലൂയിഡിനെ കിട്ടും. അതിനകത്ത് ഈ പറയുന്ന കംപ്രഷനോ, ഹീറ്റിങ്ങോ, എക്സ്പാൻഷനോ, കൂളിങ്ങോ കൊടുത്തിട്ട് അവനെ മറ്റൊരു സ്റ്റേറ്റിനകത്തേക്ക് റീച്ച് ആക്കും. ആ സ്റ്റേറ്റിനകത്ത് നിന്ന് വേണമെങ്കിൽ അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോവാം. ഈ പറഞ്ഞ എന്തോ സംഭവം നടന്നോട്ടെ അവിടെ. ഇവന്മാരെ എല്ലാം നടത്തി ഈ പറയുന്ന പരിപാടികളൊക്കെ നടത്തി അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? തുടങ്ങിയത് എവിടെ അവിടേക്ക് തന്നെ തിരിച്ചു വരും. ഞാൻ പറയുക, 1 എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് 2 എന്ന സ്റ്റേറ്റിനകത്തേക്ക്, 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന സ്റ്റേറ്റിൽ പോയി. അവിടുന്ന് എനിക്ക് വേണമെങ്കിൽ 3 എന്ന സ്റ്റേറ്റിലേക്ക് പോകാം. കണ്ടോ? 1ൽ നിന്ന് ആദ്യമേ 2 വരും, 2 എന്ന സ്റ്റേറ്റിൽ നിന്ന് 3 എന്ന സ്റ്റേറ്റിൽ പോകും. എന്നിട്ട് 1ൽ നിന്ന് 2ൽ പോയി, അവിടുന്ന് 3 പോയി. എന്നിട്ട് എന്ത് ചെയ്യും? മൂന്നാമത്തെ ആ ഒരു പ്രോസസ്സൂടെ കഴിഞ്ഞ് കഴിയുമ്പം 1 എന്ന സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. 1 എന്ന സ്റ്റേറ്റിലേക്ക് തന്നെ അവൻ തിരിച്ചു വരും. അപ്പോൾ അവിടെ എന്തായി? ഇതൊരു സൈക്കിളാണ്. കണ്ടോ? ഇതൊരു ക്ലോസ്ഡ് സെറ്റപ്പ് അല്ലേ വന്നേക്കുന്നത്. അതായത് 1ൽ നിന്ന് 2, 2ൽ നിന്ന് 3, 3ൽ നിന്ന് 1, 1ൽ നിന്ന് 2, 2ൽ നിന്ന് 3, 3ൽ നിന്ന് പിന്നെയും 1. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആകുന്ന സെറ്റപ്പിനകത്താണെങ്കിൽ അതാണ് ക്ലോസ്ഡ് സീരീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണ്? അതിനെയാണ് മക്കളെ ക്ലോസ്ഡ് സീരീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? കംപ്രഷൻസ് ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്, കൂളിംഗ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയും ഇവിടെ കംപ്രഷൻ, ഇവിടെ സക്ഷൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു കംപ്രഷൻ എന്നൊക്കെ നടക്കുന്നു. അതുപോലെ ഇവിടെ ഹീറ്റിംഗ് എന്ന് പറയുന്നതും എക്സ്പാൻഡിങ് എന്ന് പറയുന്നതും നടക്കുന്നു. ഇവിടെ തിരിച്ച് റിട്ടേണിങ് ബാക്ക് ടു, അല്ലെങ്കിൽ ഇവിടെ എക്സ്പാൻഡിങ് ആക്കുക, ഇവിടെ ഹീറ്റിംഗ് ആക്കുക. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും 4 പ്രോസസ്സ് ഉണ്ടല്ലോ, ഇതിൽ ഏത് വേണമെങ്കിലും നടക്കാം. അത് ഓരോ പർട്ടിക്കുലർ സൈക്കിൾ വരുമ്പോൾ അത് ഏതൊക്കെ എവിടൊക്കെ എന്നുള്ളത് കറക്റ്റായിട്ട് പഠിക്കണം. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി. കംപ്രഷനും, ഹീറ്റിങ്ങും, എക്സ്പാൻഷനും, കൂളിങ്ങും ഉണ്ട്. അതിലൂടെ ഈ പറയുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആൾ ഒരിടത്ത് നിന്ന് മറ്റേതൊക്കെയോ പല സ്ഥലങ്ങളിലേക്ക് പോകും. എന്നിട്ട് തിരിച്ച് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. അതായത് തുടങ്ങിയത് എങ്ങനെയാണോ അവിടേക്ക് തന്നെ തിരിച്ചു വരും. ഇത്രയേ ഉള്ളൂ പരിപാടി. അതാണ് എന്തെന്ന് പറയുന്നത്? തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതാ നോക്കടാ, ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എ തെർമോഡൈനാമിക് സൈക്കിൾ എങ്ങനെയാണ് തുടങ്ങിയെന്ന് നോക്കേ. ഇവിടെ എങ്ങനെയാണ് മക്കളെ തുടങ്ങിയെന്ന് നോക്കേ. എടാ 1 എന്ന് പറയുന്നതായ ഒരു പോയിന്റ് ഇതാ കണ്ടോ? 1 എന്ന് പറയുന്നൊരു പോയിന്റ് ഇതാ കണ്ടോ? 1 എന്ന് പറയുന്നൊരു പോയിന്റ് ഇതാ, ഇതാണ് 1 എന്ന് വിചാരിക്കുക മക്കളെ. ഇതാണ് 2 എന്ന് വിചാരിക്കുക. ഇതെന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക. ഇത് 4 ആണെന്ന് വിചാരിക്കുക. ഇത് ദാ ഇങ്ങോട്ടൊന്ന് നോക്കിക്കോണേ, ഇത് എന്താണ്? ഇത് 5 എന്ന് പറയുന്നൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണോ മക്കളെ? ഇത് ഒരു സ്റ്റേറ്റാണ്, ഇതൊരു തെർമോഡൈനാമിക് സ്റ്റേറ്റാണ്. ഈ 1ൽ നിന്ന് 2 എന്നൊരു സ്റ്റേറ്റിനകത്തേക്ക് വന്നു, 2ൽ നിന്ന് 3 എന്ന് പറയുന്നൊരു സ്റ്റേറ്റിനകത്തേക്ക് വന്നു,
3 നിന്ന് 4 എന്ന് പറയുന്നൊരു സ്റ്റേറ്റിനകത്തേക്ക് വന്നു, 4 നിന്ന് 5 എന്ന് പറയുന്നൊരു സ്റ്റേറ്റിനകത്തേക്ക് വന്നു, 5 നിന്ന് ദ വെരി ഇനിഷ്യൽ സ്റ്റേജ് ആകുന്ന കണ്ടീഷൻ എന്താണോ അവിടേക്ക് തന്നെ തിരിച്ചു വന്നു. കണ്ടോ, ഇത് ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ ദാ ഇങ്ങനെ കിട്ടും. ഒരു ക്ലോസ്ഡ് ആകുന്ന ഒരു ഒരു ക്ലോസ്ഡ് ആകുന്ന ഒരു ലൂപ്പ് ആകുന്ന സാധനമായിരിക്കും നമുക്ക് ഗ്രാഫിക്കലി വരയ്ക്കുമ്പോൾ ഈ സൈക്കിൾ വരയ്ക്കുമ്പോൾ കിട്ടുന്നത്, തെർമോഡൈനാമിക് സൈക്കിളിനെ വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. പിടികിട്ടണേ. ഇനി ദാണ്ട് എക്സാമ്പിൾ നോക്ക്. നമ്മളിപ്പോൾ ഒരു ബൈക്കിൻ്റെ എഞ്ചിനാണ് കണക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റിൻ്റെ അഡിഷൻ നടക്കുന്നതാണ്ട് സ്റ്റേജ് 1. സ്റ്റേജ് 2 അവിടെ എക്സ്പാൻഷൻ നടക്കും, സ്റ്റേജ് 3 ഹീറ്റ് റിജക്ഷൻ നടക്കും, സ്റ്റേജ് 4 കംപ്രഷൻ നടക്കും, അതിനുശേഷം സിസ്റ്റം പഴയ സ്റ്റേറ്റിലേക്ക് വീണ്ടും വരും. അപ്പോൾ അവിടെ ഹീറ്റ് അഡിഷൻ നടക്കും, പിന്നെ അവിടെ വർക്കൗട്ട് നടക്കും, അതായത് എക്സ്പാൻഷൻ നടക്കും, അതിനുശേഷം ഹീറ്റ് റിജക്ഷൻ നടക്കും, പിന്നെ കംപ്രഷൻ നടക്കും. അവിടെ നിന്ന് വർക്കൗട്ട് കിട്ടിയല്ലോ, ഇനി അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇവിടെ വീണ്ടും ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് വരും, അവിടെയും ഹീറ്റ് അഡിഷൻ, എക്സ്പാൻഷൻ, ഹീറ്റ് റിജക്ഷൻ, കംപ്രഷൻ, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും സൈക്ലിക് ആകുന്ന രീതിയിൽ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആകുന്ന ഗ്രാഫാണ് ഈ വരച്ചേക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടി ഇവിടുന്ന് പറഞ്ഞുതരാം. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാ, ഒരു തെർമോഡൈനാമിക് ആകുന്ന ഒരു സൈക്കിളിൻ്റെ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തിനെ തരുന്നു എന്നൊരു ചോദ്യം ചോദിക്കും. ഏരിയ ഗീവ്സ് വർക്ക് ഡൺ. ഓക്കെ ആണോ? ഒരു തെർമോഡൈനാമിക് ആകുന്ന ഗ്രാഫിൻ്റെ ഏരിയ നിങ്ങൾ വരച്ചാൽ അവിടുന്ന് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ദ വർക്ക് ഡൺ. അതായത് ഈ ഒരു സിസ്റ്റം നടക്കുമ്പോൾ നമുക്ക് എന്താകുന്ന വർക്ക് ഔട്ട്പുട്ടാണോ കിട്ടുന്നത് അതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഈ ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ മതി. ഓക്കെ ആണോ? ഈ ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ ദ നെറ്റ് വർക്ക് ഡൺ കിട്ടും. എന്ത് കിട്ടും? ദ നെറ്റ് വർക്ക് ഡണ്ണിനെ കിട്ടും ഇതിൻ്റെ ഏരിയ എടുത്താൽ. ഡൗട്ടുണ്ടോ? ഇല്ല. അടുത്തതാകുന്ന സാധനം നോക്കാം. കുറച്ച് നിയമങ്ങളാണ് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് നോക്കേ. ഒന്നാമത്തെ ആളിൻ്റെ പേര് ബോയിൽസ് ലോ. ഒന്നാമത്തെ ആളുടെ പേരെന്താ? ബോയിൽസ് ലോ. വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് കുറച്ച് ഗ്യാസ് ലോസുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ്. അതിലാദ്യം നമ്മൾ പഠിക്കുന്നു ബോയിൽസ് ലോ. ഇവിടെ നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. പ്രഷറുണ്ട്, വോളിയമുണ്ട്, ടെമ്പറേച്ചറുണ്ട്. ഈ 3 വേരിയബിൾസുകളാണ് ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിയാണ്. അങ്ങനെയാകുന്ന പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആകുന്ന 3 വേരിയബിൾസുകളിലെ എന്താണ്? ഇങ്ങോട്ടൊന്ന് നോക്കേ. വോളിയം എന്ന് പറയുന്ന ആളിനെയും പ്രഷർ എന്ന് പറയുന്ന ആളിനെയും പരിഗണിച്ചാൽ, ഓക്കെ ആണോ? പ്രഷർ ആകുന്ന ആളിനെയും വോളിയം ആകുന്ന ആളിനെയും പരിഗണിച്ചാൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. എന്താ പറഞ്ഞേ? പ്രഷർ ആകുന്ന ആളിനെയും വോളിയം ആകുന്ന ആളിനെയും ടെമ്പറേച്ചർ ആകുന്ന ആളിനെയും പരിഗണിക്കുന്നു. അവിടെ പ്രഷർ ആകുന്ന ആൾ എന്ത്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയമാണ്, അല്ലെങ്കിൽ വോളിയം ആകുന്ന ആൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷറാണ്. ഈ രണ്ടാകുന്ന സാധനം പറഞ്ഞാലും അറ്റ് എന്താന്ന് പറയണം? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണെന്ന് പറയണം. എന്താടാ? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണെന്ന് പറയണം. ഓക്കെ ആണോ? എന്താ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ? ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായ 3 വേരിയബിളുകളാണ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. അതിനകത്തെ പ്രഷർ എന്ന് പറയുന്ന ആളിനെയും വോളിയം എന്ന് പറയുന്ന ആളിനെയും ചേർത്ത് പറയുന്ന ഒരു നിയമമാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? വോളിയമാണ്. പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? വോളിയം. അതായത് പ്രഷർ കൂടുന്ന അവസരത്തിൽ വോളിയം കുറയുകയേ ഉള്ളൂ, വോളിയം കുറയുന്ന അവസ്ഥയിൽ പ്രഷർ കൂടുകയേ ഉള്ളൂ, വോളിയം കൂടുന്ന അവസ്ഥയിൽ പ്രഷർ കുറയുകയേ ഉള്ളൂ. അതായത് ഒരാൾ കൂടുമ്പോൾ മറ്റൊരാൾ കുറയുന്നു എന്ന് പറയാനാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന വാക്ക് ഉപയോഗിക്കുക. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന വാക്ക് ഉപയോഗിക്കുക. ഓക്കെ ആണോ? ഇനി പ്രഷറിനും വോളിയത്തിനും ഇടയിൽ ഇങ്ങനെയാകുന്നൊരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ സമയത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ സമയത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ബോയിൽസ് ലോ മീൻസ് എന്താണ്? ദ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് പ്രഷർ. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു അബ്സല്യൂട്ട് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതിനെ വിളിക്കുന്ന പേരായ എന്ത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. കണ്ടോ? മാത്തമാറ്റിക്കലി നമുക്കിവനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു കാര്യം കൂടെ, ഇവിടെ പി എന്ന് പറയുന്ന ആൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വി ആണ്. ശരി, സമ്മതിച്ചു. ഈ പറയുന്ന കണ്ടീഷനിൽ നിന്ന് വി ഇങ്ങോട്ടൊന്ന് വന്നേ.
പി വി ഈസ് ഈക്വൽ ടു ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് എനിക്ക് ഇവിടെ എഴുതാം ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. കണ്ടോ, പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇത് ഏത് നിയമമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാലും പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഏത് നിയമമാണ് എന്ന് ചോദിച്ചാലും പി ഫോർ പ്രഷർ വി ഫോർ വോളിയം ഏത് നിയമമാണെന്ന് ചോദിച്ചാലും ആര് തന്നെ ബോയിൽസ് ലോ. ഇനി ചിലപ്പോൾ സ്റ്റേറ്റുകളെ വെച്ച് പറയാറുണ്ട്. എടാ ഫസ്റ്റ് സ്റ്റേറ്റ് P1 V1 കണ്ടോ, സെക്കൻഡ് കേസ് P2 V2. ഈ പറയുന്ന രണ്ടു പേരും എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നൊരു നിയമം പറയുന്നുണ്ടെങ്കിലും അതെന്ത് തന്നെയാണ്? എടാ P1 എന്ന കണ്ടീഷൻ V1 എന്ന കണ്ടീഷൻ ഓക്കെയാണോ? ഇതൊരു സ്റ്റേറ്റാണ്, തെർമോഡൈനാമിക് സ്റ്റേറ്റാണ്. അവിടെ P1 V1 ആണുള്ളത്. ഇത് മറ്റൊരു സ്റ്റേറ്റാണ്, ഇത് P2 V2 ആണുള്ളത്. ഈ രണ്ടാകുന്ന ആളുകളും അറ്റ് കോൺസ്റ്റൻ്റ് ആകുന്ന ടെമ്പറേച്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ ഇത് ഏത് നിയമത്തെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബോയിൽസ് നിയമത്തെ അനുസരിക്കുന്നു, ഇത് ബോയിൽസ് നിയമത്തെ കാണിക്കുന്നു. ഓക്കെയാണോ? സോ ബോയിൽസ് നിയമം എന്ന് പറഞ്ഞാൽ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്താ ഇക്വേഷൻ? പി വി ഈസ് ഈക്വൽസ് ടു എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ P1 V1 ഈസ് ഈക്വൽ ടു P2 V2. പഠിച്ചോ? പഠിച്ചു. അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറുതാകുന്ന രണ്ട് എക്സാമ്പിൾസുകൾ നോക്കാം. എടാ നമ്മൾ ദാണ്ടേ P1 V1 P2 V2 കണ്ടോ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പറഞ്ഞേ. ഇനി ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സിറിഞ്ചിനകത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ എയർ ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു അറ്റം എന്ത് ചെയ്യുക, സീൽ ചെയ്ത് അടച്ചു വെക്കുക. ഓക്കെ ആണോ? എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അങ്ങോട്ട് പ്രഷർ ചെലുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെടും? നിങ്ങൾ നല്ല രീതിയിൽ പ്രഷർ കൊടുത്താൽ ഇതിൻ്റെ വോളിയം കുറയും. അതായത് നല്ല രീതിയിൽ പ്രഷർ കൊടുത്താൽ ഇതിൻ്റെ വോളിയം കുറയും. അതായത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ചെറുതാകുന്നു. ഇനി നിങ്ങൾ സിറിഞ്ച് പുറകിലേക്ക് വലിക്കുമ്പോൾ ഇതിനകത്ത് കാര്യമായ സ്പേസ് ഡെവലപ്പ് ആവും. അതായത് പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ സിറിഞ്ച് പുറകിലേക്ക് വലിക്കുമ്പോൾ അകത്തുണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് കുറയും. അപ്പോൾ പ്രഷർ കുറഞ്ഞപ്പോൾ അവിടെ വോളിയം എന്ത് ചെയ്തു, കൂടി. അതായത് ആ ഇൻവേഴ്സ് റിലേഷൻ കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞു. ഓക്കെ, ഇവിടെ നിങ്ങൾ പറയേണ്ടത് എന്താ, കംപ്രസ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ വോളിയം കുറയുക. അതായത് ഹൈ പ്രഷർ ദെൻ വോളിയം ഡിക്രീസസ്. ഇനി ഇവിടെ എന്താ, തിരിച്ചാ സിറിഞ്ച് പുറകിലേക്ക് വലിച്ചാൽ എന്താ, എടാ ലോ വോളിയത്തിൽ നിന്ന് വലിയ വോളിയത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് ഇതിനകത്ത് പ്രഷർ പൊതുവെ എന്തായിരിക്കും, കുറവാണ്. ആ റീഡിങ് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ ആണോ? ആ റീഡിങ് നോക്കിയാൽ മനസ്സിലാവും. ഇനി രണ്ടാമത്തത് സ്ക്യൂബ ഡൈവേഴ്സ് ആൻഡ് ബബിൾ എക്സ്പാൻഷൻ. ഒരു കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു സ്ക്യൂബ ഡൈവർ ചെറുതാകുന്ന ഒരു കുമിള ഇങ്ങനെ വെള്ളത്തിനകത്തോട്ട് കിടന്ന് എന്ത് ചെയ്തു, ഈ പറയുന്ന ശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ എവിടെയെങ്കിലും ചെറിയതാകുന്ന രീതിയിൽ ഒരു കുമിള വരുമല്ലോ. ഈ കുമിള അയാൾ ഒരുപാട് താഴെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ ആ കുമിള വിടുന്ന സമയത്ത് ചെറുതായിരിക്കും. പതുക്കെ ഈ കുമിള എയർ ബബിൾ ഇങ്ങനെ പൊങ്ങി 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 മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂടി 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 വരും. ഓക്കെ ആണോ? ഇനി എന്താ കാര്യം, ഏറ്റവും അടിത്തട്ട് എന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്നാലോചിച്ചൊക്കെ മുകളിൽ നിറച്ച് വെള്ളം, എത്രത്തോളം ആകുന്ന വെള്ളം കൂടുതലുണ്ടോ അത്രത്തോളം വെയിറ്റ് ഉണ്ടാവും അവിടെ, അത്രത്തോളം പ്രഷറായിരിക്കും അവിടെ. അപ്പോൾ കടലിൻ്റെ അടിത്തട്ടിനകത്തേക്ക് പോകുമ്പോൾ ഹൈ പ്രഷർ വരുന്നുണ്ട്. എത്രത്തോളം ആഴത്തിൽ പോകുന്നു അത്രത്തോളം പ്രഷർ വരുന്നുണ്ട്. പ്രഷർ വളരെ കൂടുതലായതുകൊണ്ടാണ് ആ കുമിളയുടെ സൈസ് താഴെ വളരെ ചെറുതും പതുക്കെ പ്രഷർ കുറഞ്ഞ് കുറഞ്ഞ് മുകളിലേക്ക് വരുന്നത് കൊണ്ടാണ് അവിടെ വോളിയം, ആ ബബിളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കൂടി വരുന്നതും എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഒബേസ് ഏത് ലോ? ബോയിൽസ് ലോ. ഇത് ഫിഷ് ടാങ്കിനകത്തുള്ള മറ്റേ എയർ ഫിൽറ്ററിൻ്റെ അകത്തുനിന്ന് വരുന്ന കുമിള ശ്രദ്ധിച്ചാലും മതിയാകും. അവിടെ ചെറിയ കുമിളയായിരിക്കും ആ ഒരു ഫിൽറ്ററിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. എന്നാൽ ആ കുമിള പതുക്കെ ആ ഒരു സർഫസിനോട് അടുത്ത് വരുന്ന സമയമാകുമ്പോൾ മാക്സിമം വലുതാകുന്നുണ്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് എക്സാമ്പിൾ എന്ന രീതിയിൽ ചോദ്യമായിട്ട് വരാം കേട്ടോ. ഓക്കെ ആണോ? അടുത്തതാകുന്ന ലോയിലേക്ക് പോവാം. ചാൾസ് ലോ. മക്കളെ, ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രഷർ ആകുന്ന ആളും വോളിയം ആകുന്ന ആളും ടെമ്പറേച്ചർ ആകുന്ന ആളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ തന്നെയാണ് നോക്കുന്നത്. ഓക്കെ, ഈ വേരിയബിൾസുകൾക്കിടയിലൊരു റിലേഷൻ തന്നെയാണ് ഇവിടെ നോക്കുന്നത്. പക്ഷേ ആ റിലേഷൻ എങ്ങനെയുള്ളതാണെന്ന് നോക്കേ. ഇവിടെ വോളിയം ആകുന്ന ആൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ഇതാണ് റിലേഷൻ. ആ കണ്ടീഷൻ എങ്ങനെയാണ്? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. ഓക്കെ ആണോ? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. എടാ വോളിയം ആകുന്ന ആൾ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ചാൾസ് ലോ. ഓക്കെ, ചാൾസ് നല്ല ചൂട്
ചൂടനാണെന്ന് ഓർത്താൽ മതി. ചാൾസ് നല്ല ചൂടായി വീങ്ങി വരും. ചാൾസ് എന്ന് പറയുന്ന ആൾ നല്ല ചൂടായ നല്ല പോലെ വീങ്ങി വരുമെന്ന് ആലോചിച്ചാൽ മതി. ചാൾസ് നല്ല ചൂടായ ഇവൻ വീങ്ങി വരുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഈ ബന്ധം ഓർക്കാൻ എളുപ്പമാണ്. വീങ്ങി വരിക, വലുതായി വരിക, വോളിയം കണ്ടോ, നല്ല ചൂടന, അപ്പോൾ ടെമ്പറേച്ചർ, വോളിയം ടെമ്പറേച്ചറായിട്ടുള്ള ബന്ധമാണെന്ന് പറഞ്ഞാൽ മതി. ഇനി ഇവിടുന്ന് വേറൊരു കാര്യം പഠിക്കാനുണ്ട്. എടാ V/T എന്നുള്ള രീതി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ് ഇവിടെ വരുന്നത്. ഇതെങ്ങനെ ഇങ്ങനെ ആവുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണെങ്കിൽ ഇത് എങ്ങോട്ട് നോക്കുക. ഇവിടെ V ഓക്കെയാണ്, പ്രപ്പോർഷണൽ ടു T ആ. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് വരും. V ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു T എന്നായില്ലേ. ഈ ടീന് ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ V/T ആരായി മാറും? ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയാണ് മക്കളെ ഇവൻ ഇങ്ങനെ ആയത്. ഓക്കെയാണ്. ഇനി നോക്ക്, V/T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദാ നോക്കിക്കോണേ, ഒരു സ്റ്റേജ് ഒന്നുകിൽ ഇങ്ങനെ തരാം. ഇത് ആരെ ഉദ്ദേശിച്ച്? ചാൾസ് ലോ. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഇനി അല്ലെങ്കിൽ എങ്ങനെ പറയാം? V1/T1. ഇതൊരു പർട്ടിക്കുലർ സ്റ്റേറ്റാണ്. V2/T2 ഇത് വേറൊരു പർട്ടിക്കുലർ സ്റ്റേറ്റാണ്. ഈ രണ്ട് കണ്ടീഷൻസ് മറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ ഓക്കെ, ദ റേഷ്യോ വിൽ ബി V1/T1 V2/T2 റേഷ്യോ എന്ന് പറയുന്നത് ഓൾവേസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇഫ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ കണ്ടീഷൻ. ഇത്രയേ ഉള്ളൂ. അത് ഏത് ലോയാ? ചാൾസ് ലോ. പറഞ്ഞാൽ മനസ്സിലായോ? V1/T1 എന്ന് പറയുന്ന കണ്ടീഷൻ, ആ റേഷ്യോ V2/T2 ഈക്വൽ ആകും കോൺസ്റ്റൻ്റ് ആകുന്ന പ്രഷർ ഇഫ് ഇറ്റ് ഒബേസ് ചാൾസ് ലോ. അതാണ് കണ്ടീഷൻ. ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ വേണേലും ചോദ്യങ്ങൾ വരാം. അടുത്തതാകുന്നത് നമുക്ക് അതിൻ്റെ എക്സാമ്പിളുകൾ നോക്കുക എന്നുള്ളതാണ്. നോക്കിയടാ, നമ്മുടെ ഹോട്ട് എയർ ബലൂൺ എന്ന് പറയുന്നൊരു സാധനമില്ലേ, ഹോട്ട് എയർ ബലൂൺ. അതായത് ഈ ബലൂണുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതിനകത്ത് ഒരു സ്റ്റൗ പോലൊരു സാധനമുണ്ട്. ആ സ്റ്റൗവിൻ്റേതാകുന്ന ആ അകത്ത് നിന്ന് വരുന്ന തീയുടെ അളവ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഇതിനകത്ത് കിടക്കുന്ന എയർ ചൂടാവും. എയർ ചൂടായാലുള്ള പ്രത്യേകത എന്താ? എക്സ്പാൻഡ് ആവും. എയർ ചൂടായ എന്ത് ചെയ്യൂടാ? എയർ നല്ല പോലെ ചൂടായാൽ അങ്ങ് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആയാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? വോളിയം എന്ന് പറയുന്നത് കൂടും. ഓക്കെയാണോ? വോളിയം എന്ന് പറയുന്നത് കൂടും. ഓക്കെയാണോ? വോളിയം എന്ന് പറയുന്നത് കൂടും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. സാധാരണഗതിയിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? പഠിച്ചു വെച്ചോ, മാസ് ബൈ വോളിയം അല്ലേ? ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സാധാരണഗതിയിലുള്ളതാകുന്ന വോളിയം എന്ന് പറയുന്നത് ഇവനാണെങ്കിൽ ഇവൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഡെൻസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറയും. വോളിയം എന്ന് പറയുന്ന ആളിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി എന്ന് പറയുന്ന ആളിൻ്റെ വില കുറയണം. കാര്യം എന്താ? ഇവർക്കിടയിലുള്ള ബന്ധം ഇൻവേഴ്സാണ്. ഇവൻ കൂടിയാൽ ഇത് കുറയണം, ഇത് കുറഞ്ഞാൽ ഇത് കൂടണം, ഇത് കൂടിയാൽ ഇത് കുറയണം. ആ രീതിയിലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയണം. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചൂട് കൊടുക്കുമ്പോൾ നല്ലപോലെ കൂടുമ്പോൾ ഇവിടെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങൾ എപ്പോഴും എങ്ങനെ? പൊങ്ങിക്കിടക്കും. എയറിനകത്താണെങ്കിലോ മുകളിലോട്ട് പൊങ്ങിപ്പോവും. ഇത്രയേ ഉള്ളൂ സംഭവം. അതുകൊണ്ടാണ് ഈ ബലൂൺ പൊങ്ങുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഹോട്ട് എയർ ബലൂൺ ആകുന്ന സാധനത്തിനകത്ത് നല്ല രീതിയിൽ ആ സ്റ്റൗവിനകത്തെ ചൂടങ്ങോട്ട് കൂട്ടിവെച്ച് കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ നല്ലപോലെ കൂടിയാൽ വോളിയം കൂടും. വോളിയം നല്ലതുപോലെ കൂടിയാൽ അവിടെ എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞാൽ ഇവൻ പതുക്കെ പൊങ്ങിപ്പോവും. അപ്പോൾ ചൂട് കുറച്ചാലോ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞാലോ വോളിയം കുറയും. വോളിയം കുറഞ്ഞാലോ ഡെൻസിറ്റി കൂടും. അപ്പോൾ ഇവ ഇങ്ങനെ താഴോട്ട് വരും. പറഞ്ഞാൽ മനസ്സിലാവുമോ? മനസ്സിലാവും. അതാണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതും ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റേതാകുന്ന എന്താണ് ഒരു സെറ്റപ്പിനകത്ത് നിന്നുകൊണ്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇവിടെയും കോൺസ്റ്റൻറ്റ് പ്രഷറിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടീഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ഇവിടെ? ടെമ്പറേച്ചർ. അതായത് നമ്മളിവിടെ ഒരു ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പിസ്റ്റൺ ഇങ്ങനെ വെച്ചേക്കാം. എന്നിട്ട് ഇതിനകത്തിരിക്കുന്ന എയറിന് ചൂട് കൊടുക്കുമ്പോൾ എയർ എക്സ്പാൻഡ് ആകുമ്പോൾ ഈ പിസ്റ്റൺ അങ്ങ് പൊങ്ങി വരും. ഓക്കെ, പിസ്റ്റൺ എന്ത് ചെയ്യും? അങ്ങ് പൊങ്ങി വരും. ഈ സെയിം സാധനം നല്ലപോലെ ചൂടാക്കിയിട്ട് എടുത്തുകൊണ്ട് പോയി ഫ്രിഡ്ജ് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റൺ പതുക്കെ ഇങ്ങനെ താന്നു വരും. കാര്യം എന്താ? അകത്ത് ചൂട് കുറഞ്ഞു. ചൂട് കുറയുമ്പോൾ വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ ആ പിസ്റ്റൺ താന്നു വരും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ നിയമം ഈ പറയുന്ന പ്രിൻസിപ്പിളും ഒബേ ചെയ്യുന്ന ഏത് നിയമത്തെയാണ്? ഈ ഒരു സെറ്റപ്പും ഒബേ ചെയ്യുന്നത് ഏത് നിയമത്തെയാണ്? നമ്മുടെ ചാൾസ് ലോ എന്ന് പറയുന്നതിനെയാണ്. ഓക്കെ ആണോ? V1/T1 ഈസ് ഈക്വൽ ടു V2/T2. അവിടെ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. പിടിയിട്ടു. ഇനി അടുത്തത് നോക്കടാ. അടുത്തത് അവഗാഡ്രോ നിയമം എന്ന് പറയും. എന്താണ്? അവോഗാഡ്രോസ് നിയമം എന്ന് പറയുന്ന ഒരാളുണ്ട്. അവോഗാഡ്രോസ് നിയമം. വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ്. വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ്. വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ്. വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ്.
ആകുന്ന കണ്ടീഷൻ അറ്റ് രണ്ടുപേരും വരും. നമ്മൾ പറഞ്ഞില്ലേ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഇതിൽ വോളിയം എന്ന് പറയുന്നത് മാത്രമാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ആ സമയത്ത് ബാക്കി രണ്ട് വേരിയബിൾസുകളും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് പ്രഷർ ഈസ് എ കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ആ മെറ്റീരിയൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ്. അതിനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? അവഗാഡ്രോസ് നിയമം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അവിടെ നമ്മൾ സാധാരണ പരിഗണിക്കുന്നതായ ആ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ എന്നാണ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ എന്നാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ ആണോ? അറ്റ് ഈക്വൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഇപ്പം ഞാൻ പറയുക, എടാ ഒരു 25 PSI അത്രയും പ്രഷറുണ്ട്, അതുപോലെ ഒരു 298 കെൽവിൻ ടെമ്പറേച്ചറും ഉണ്ട്. ഈ ഒരു കണ്ടീഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായ ഗ്യാസുകളെ ഞാൻ കണക്കാക്കി. കണ്ടോ? ഗ്യാസുകളെ ഞാൻ കണക്കാക്കി. ഈ കണക്കാക്കുന്ന സമയത്ത് എല്ലാവരിലും ഈക്വൽ വോളിയംസുകളാകണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പറയുന്ന 225 PSI പ്രഷറും 298 കെൽവിൻ ആകുന്ന ടെമ്പറേച്ചറിലും ഞാൻ ഈക്വൽ വോളിയം ഓഫ് മെറ്റീരിയൽസിനെ എടുത്തിട്ടുണ്ട്. ഈക്വൽ വോളിയം. കണ്ടോ? ഈക്വൽ വോളിയം. ഇത് ഹൈഡ്രജൻ, ഇത് ഓക്സിജൻ, ഇത് വേറെ ആരെങ്കിലും എന്ന രീതിയിൽ 4 ആളുകളെ എടുത്തു. ഈ 4 പേരിലും ദ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ്? അവർ പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ വോളിയം ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസുകൾ ഉണ്ടാവും. ഓക്കെ ആണോ? ഈക്വൽ വോളിയംസ് ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസുകൾ ഉണ്ടാവും. ഓക്കെ ആണോ? ഇതിനെ വിളിക്കുന്ന പേരാണ് അവോഗാഡ്രോസ് നിയമം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അവിടെ നമ്മൾ പറയും വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ വെയർ എൻ ഈസ് കോൾഡ് ആസ് ദി നമ്പർ ഓഫ് മോൾസ് എന്ന് പറയും. ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത് നോക്കിയാൽ അതിന് എക്സാമ്പിൾസ്. ഒരു ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുക. അകത്തേക്ക് എത്രത്തോളം ആകുന്ന എയർ ഞാൻ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രത്തോളം ആകുന്ന മോളിക്യൂൾസുകൾ അകത്തേക്ക് കയറും. കണ്ടോ? അകത്തേക്ക് എത്രത്തോളം ആകുന്ന എയർ ഞാൻ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നോ അതിനനുസരിച്ച് ആ വോളിയം കൂടുന്നതിനനുസരിച്ച് അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അകത്ത് കൂടിക്കൊണ്ടിരിക്കും. നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത എന്താണെന്ന് നോക്കുക. എക്സാമ്പിൾ 2 എന്താണെന്ന് നോക്കേ. റിയാക്ഷൻ ഓഫ് എ സ്റ്റോഷിയോമെട്രി. ഈ സ്റ്റോഷിയോമെട്രി സംതിങ് റിലേറ്റഡ് ടു പ്യുവർ കെമിസ്ട്രി ആണ്. നമുക്ക് അതിനകത്തേക്കൊന്നും പോകണ്ട. ഈ ഒരു എക്സാമ്പിൾ തന്നെ ധാരാളമാണ്. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കി വെച്ചോ. റിയാക്ഷൻ സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒന്ന് നോക്കി വെച്ചാൽ മതി. വേറൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് ആലോചിക്കണം, ഒന്ന് കാണണം, അത്രയും മാത്രമേ ഉള്ളൂ. ഈക്വൽ വോളിയം കണ്ടെയ്ൻ ഈക്വൽ മോൾസ്, അതാണ് ആ കണ്ടീഷൻ. സ്റ്റോഷിയോമെട്രി പറയുന്നത് എന്താ? അവിടെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജൻ മോളിക്യൂളുമാണുള്ളത്. എന്താ ഇത് ഈ കിടക്കുന്ന എന്താ? 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ട്, 1 ഓക്സിജൻ ആറ്റവും ഉണ്ട്. 1 ഓക്സിജൻ മോളിക്യൂളും ഉണ്ട്. കൂടി ചേരുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? 2 വാട്ടർ മോളിക്യൂൾസാണ്. അതായത് വാട്ടർ ഉണ്ടാകാനുള്ള ബേസിക് റിയാക്ഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാ. ഈ സ്റ്റോഷിയോമെട്രി ഇതേപോലെ ബാലൻസ് ആണ്. അതായത് 2:1 ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടായിരിക്കേണ്ടത്. 2 ഹൈഡ്രജൻ ആണെങ്കിൽ 1 ഓക്സിജനാണ്. അങ്ങനെ ആണെങ്കിൽ 2 എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ സ്റ്റോഷിയോമെട്രി അവിടെ എപ്പോഴും ബാലൻസ്ഡ്. അതാ പറയുന്നത് ഈക്വൽ വോളിയം കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. ഈക്വൽ വോളിയം കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്, അതാണ് ആ സ്റ്റോഷിയോമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളല്ലാതെ ഡെപ്തായിട്ട് പഠിക്കാൻ നിൽക്കണ്ട, ഇത്രയും പഠിച്ചാൽ മതി. എന്താ? 4 പേര് ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 4 ആളുകളാണ്, പക്ഷേ ഈക്വൽ വോളിയംസാണ്. അങ്ങനെയാണ് ഇതിനകത്ത് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ ആണോ? ഇങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്ന നിയമമാണ് അവഗാഡ്രോസ് നിയമം. അവിടെ വി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ആണ്. ഓക്കെ ആണോ? ഇനി ഇവിടെ എക്സാമ്പിൾസ് എന്താ? ഇൻഫ്ലേറ്റിംഗ് ബലൂണും പിന്നെ റിയാക്ഷൻ സ്റ്റോഷിയോമെട്രിയും പറഞ്ഞു. ഓക്കെ ആണല്ലോ? മനസ്സിലാവും. അടുത്തത് നമ്മൾ പറയുന്നത് ഗേ-ലുസാക്സ് നിയമം. ഗേ-ലുസാക്ക് നിയമം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രഷറുണ്ട്, വോളിയമുണ്ട്, ടെമ്പറേച്ചറുണ്ട്. ഈ 3 വേരിയബിളും ഉറപ്പാണ്, കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതാകുന്നത് അല്ലാതൊരു ബന്ധം കൂടി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പ്രഷറും ടെമ്പറേച്ചറുമായിട്ടുള്ള ബന്ധം, അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആകുന്ന ബന്ധമാണ്. ഈ ബന്ധത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഗേ-ലുസാക്സ് നിയമം. സോ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഒന്നുകൂടെ, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഒന്നുകൂടെ, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം അറ്റ് കോൺസ്റ്റന്റ് വോളിയം. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മക്കളെ, ഗേ-ലുസാക്സ് നിയമം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഞാൻ കൂടുതലായിട്ട് അവിടെ ചാടി കയറി പറയാൻ നിൽക്കുന്നില്ല. അതിനെ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെ എഴുതണം? പി ഡയറക്ട്ലി
ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് എഴുതണം. ഇനി എന്താ പറഞ്ഞേ, പി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ഇവിടെ പി ഇസ് ഈക്വൽ ടു എന്നാകണമെങ്കിൽ എ കോൺസ്റ്റൻറ്റ് ഇവിടെ കൊണ്ടുവരുന്ന മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും ഇൻറ്റു ടി. അങ്ങനെയാണെങ്കിൽ പി ഡിവൈഡഡ് ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞുകൂടെ? ഓക്കെ ആണോ? രണ്ട് ഡിഫറൻറ്റ് സ്റ്റേറ്റുകളെ പരിഗണിച്ചുകൊണ്ടുള്ള റേഷ്യോ നോക്കുമ്പോൾ ഇവിടെ പി ബൈ ടി അല്ലേ, പി വൺ ബൈ ടി വൺ ഒരു സ്റ്റേറ്റ്, പി ടു ബൈ ടി ടു രണ്ടാമത്തെ സ്റ്റേറ്റ്. ഈ രണ്ട് സ്റ്റേറ്റുകളും ഈക്വൽ ആകും എപ്പോൾ? അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ. അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ ഈ നിയമത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഗേ-ലുസാക്സ് ലോ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്താ? പ്രഷർ കുക്കർ. ഗേ-ലുസാക്സ് നിയമത്തിന് എക്സാമ്പിളാണ് മക്കളെ പ്രഷർ കുക്കർ. ഗേ-ലുസാക്സ് നിയമം എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് എന്ത്? പ്രഷർ കുക്കർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇവിടെ ഹീറ്റ് ആഡ് ചെയ്യും. ഗ്യാസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിൽ പോയാൽ ഗ്യാസിൻ്റെ പ്രഷർ കൂടും. അവിടെ ഫുഡ് കുക്സ് ഫാസ്റ്റർ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എടാ അവിടെ പ്രഷർ കുക്കറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? അവിടെ ചൂട് കൊടുക്കും, അതിനകത്തുള്ള എയർ മാക്സിമം ആകുന്ന രീതിയിൽ ടെമ്പറേച്ചർ വാങ്ങി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. മാക്സിമം ടെമ്പറേച്ചർ റീച്ച് ആകുമ്പോൾ ഒരു മാക്സിമം പ്രഷർ അറ്റൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെ മാക്സിമം പ്രഷർ അറ്റൈൻ ചെയ്യുമ്പോൾ ഫുഡ് വേഗത്തിൽ കുക്കാവും. അത് ഗേ-ലുസാക്സ് നിയമത്തിന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് എന്താ? ടയർ പ്രഷർ ആൻഡ് ആംബിയൻ്റ് ടെമ്പറേച്ചർ. ഇതും ഇവിടെ എന്തിൻ്റെ എക്സാമ്പിളാണ്? നമുക്കറിയാം ഉണക്ക് സമയമാകുമ്പോൾ, നമ്മുടെ ചൂട് സമയമാകുമ്പോൾ നമ്മുടെ ടയർ കുറച്ച് അധികമാകുന്ന വണ്ണം കാറ്റ് എന്ന് പറയുന്ന സാധനം അധികമാകുന്ന വണ്ണം എന്ത് ചെയ്യും? ഒന്ന് കൂടും, എക്സ്പാൻഡ് ആവും. അതായത് ടയർ കുറച്ചുകൂടെ ഒന്ന് എന്ത് ചെയ്യും? ഒന്ന് ബൾജായി നിൽക്കും. ഓക്കെ, ഇനി മഴ സമയം ആകുമ്പോഴത്തേക്ക് തണുപ്പ് കാരണം അകത്തുള്ള എയർ എന്ത് ചെയ്യും? ഒന്ന് ലൂസനായിട്ട് ആ ടയറിൻ്റെ അകത്തെ കാറ്റൊന്ന് കുറയുന്നത് പോലെ ഫീൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ. സോ വിൻ്റർ അല്ലെങ്കിൽ മോർണിംഗ് ടൈമിൽ നമുക്ക് എന്താണ്? പ്രഷർ കുറച്ച് ലോ ആകുന്ന രീതിയിലായിരിക്കും. എന്താ ഇവിടെ ലോ ആകുന്ന ആംബിയൻ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ ലോ പ്രഷർ ആയിരിക്കും കാണിക്കുക. സമ്മർ ടൈമിലോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ ആകുന്ന ഒരു ആംബിയൻ്റ് ടെമ്പറേച്ചർ ഉള്ളപ്പോൾ ഹൈ പ്രഷർ ആയിരിക്കും വരുന്നത്. അതായത് ചൂട് എപ്പോഴൊക്കെ കൂടുന്നോ അപ്പോഴൊക്കെ പ്രഷർ കൂടും. അത്തരത്തിൽ ഈ പറയുന്ന ചേഞ്ച് നമുക്ക് വണ്ടികളുടെ ടയറിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതും ഏതിൻ്റെ എക്സാമ്പിളാണ്? ഗേ-ലുസാക്സ് നിയമത്തിൻ്റെ എക്സാമ്പിളാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എക്സാമ്പിൾ ആയതുകൊണ്ടാണ് കറക്റ്റ് ആ ഫിഗർ വെച്ച് തന്നെ ഞാൻ ആ നോട്ടുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ആകുന്ന നിയമങ്ങളാണ് പഠിച്ചേ? നമ്മൾ പഠിച്ച നിയമങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞതാകുന്ന നിയമം എന്ന് പറയുന്നത് ബോയിൽസ് ലോ എന്ന് പറയുന്ന ആളിനെയാണ് പഠിച്ചത്. ബോയിൽസ് നിയമം എന്ന് പറയുന്ന ആളിനെയാണ് പഠിച്ചത്. ബോയിൽസ് ലോ എന്തായിരുന്നു? വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. അടുത്ത രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താ? ചാൾസ് ലോ എന്ന് പറയുന്ന ആളിനെയാണ് പഠിച്ചത്. വി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണെന്ന് പറഞ്ഞു. അടുത്ത മൂന്നാമത് നമ്മൾ എന്തിനെയാണ് പഠിച്ചത്? അവോഗാഡ്രോസ് നിയമത്തിനെ കുറിച്ചാണ് നമ്മൾ അവിടെ പറഞ്ഞത്. അവഗാഡ്രോ ലോ എന്ന് പറഞ്ഞാൽ വി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ആണ്. അതെന്താ? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാന്ന് പറഞ്ഞു. ഇനി നാലാമത് നമ്മൾ പഠിച്ച നിയമം എന്താ? ഗേ-ലുസാക്സ് നിയമം എന്ന് പറയുന്ന സാധനം പഠിച്ചു. ഗേ-ലുസാക്സ് നിയമം അവിടെ എന്താ പഠിച്ചത്? പ്രഷർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് എന്താണ്? കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞു. മക്കളെ ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും ആകുന്ന നിയമങ്ങളും പഠിച്ചു, അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു. ഈ പറയുന്ന 4 നിയമങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു സിംഗിൾ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ പറയുന്ന 4 പേരെയും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സിംഗിൾ ഇക്വേഷൻ്റെ പേരാണ് എന്ത്? ഈ 4 റിലേഷനും കൂടെ ഒരൊറ്റയാകുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. മക്കളെ ഇനി നമുക്ക് പഠിക്കുവാനായിട്ടുള്ളതാകുന്ന ആളെന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്ന ആളാണ്. ആരെയാ പഠിക്കാനുള്ള? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്ന ആൾ. എടാ നമ്മൾ പഠിച്ചതാകുന്ന നിയമങ്ങളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എടാ പ്രധാനപ്പെട്ടതാകുന്ന ഒരു 4 നിയമങ്ങളെ നമ്മൾ പഠിച്ചില്ലേ? ഏറ്റവും ആദ്യം പഠിച്ചതാകുന്ന നിയമം ബോയിൽസ് നിയമമല്ലേ? അത് കഴിഞ്ഞ് ചാൾസ് നിയമം പഠിച്ചില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാകുന്ന നിയമത്തിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? നമുക്ക് ഓർത്തു നോക്കാം. മൂന്നാമത് വരുന്ന ഇക്വേഷനകത്ത് അവഗാഡ്രോ നിയമമുണ്ട്. നാലാമത്തതിനകത്ത് വരുമ്പോൾ ആരുണ്ടായിരുന്നു? ഒന്ന് ഓർത്തു നോക്കേ. ഗേ-ലുസാക്സ് നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇവിടെ എന്താ സംഭവിച്ചേ? ബോയിൽസ് നിയമത്തിനകത്ത് പി എന്ന് പറയുന്ന ആൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്ന ആൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് എഴുതാം. വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇവിടെ ചാൾസ് നിയമമാണെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇവിടെ വി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ശരിയല്ലേ? ഇനി ഗേ-ലുസാക്സ് നിയമമാണെങ്കിൽ പ്രഷർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ശരിക്കും പറഞ്ഞാൽ ഈ നിയമങ്ങളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു ഇക്വേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. തൽക്കാലം നിങ്ങൾ ഈ 3 ഇക്വേഷനുകളെ ചേർത്തുണ്ടാക്കുന്നു എന്ന് മാത്രം ഓർത്താൽ മതി.
ഈ ഗേ-ലുസാക്കിൻ്റെ കാര്യം അവിടെ പറയണമെന്നില്ല, ബാക്കിയാകുന്ന 3 പേരുടെ കാര്യം ഓർത്താൽ മതി. ഇവന്മാരെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ കിട്ടും. അതിനെ PV = MRT എന്നാണ് കൊണ്ടുവരുന്നത് കേട്ടോ. PV = MRT എന്നാണ് കൊണ്ടുവരുന്നത്. PV = MRT എന്നാണ് വരുന്നത്. ഓക്കെ ആണോ? ഇതെങ്ങനെ വന്നു എന്നൊന്നും ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിനകത്ത് ആൾട്ടർ ചെയ്ത് പഠിക്കേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. PV = MRT എന്ന് വരും. ഇതിൽ P പ്രഷറാണെന്നറിയാം, V വോളിയം ആണെന്നറിയാം, M എന്ന് പറയുന്നത് മാസ്, മാസ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് സിംപ്ലി പറഞ്ഞാൽ മതി. പക്ഷെ അവൻ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, T ഫോർ ടെമ്പറേച്ചറാണ്. പിടികിട്ടുമോ? ഇനി ഈ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആകുന്ന പ്രഷർ, ഒരു പർട്ടിക്കുലർ ആകുന്ന വോളിയം, ഒരു പർട്ടിക്കുലർ ആകുന്ന ടെമ്പറേച്ചർ, ഇങ്ങനെയാകുന്ന ഒരു സ്റ്റേറ്റ് ഞാൻ പരിഗണിച്ചെന്ന് വിചാരിക്കുക. ആ പർട്ടിക്കുലർ ആകുന്ന സ്റ്റേറ്റിൽ ആ ഗ്യാസിന് ഒരു കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ് ഈ വാല്യൂ, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ്. ഇങ്ങനെ പഠിച്ചാൽ മതി. അറ്റ് എ പർട്ടിക്കുലർ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ എന്ത് ദ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് കെപ്റ്റ് ടു ബി കോൺസ്റ്റൻറ്റ് ആകുന്ന ആ വാല്യൂവിനെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അതായത് ഞാൻ പറയുക, ഒരു 25 PSI ആകുന്ന ഒരു പ്രഷർ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ 298 കെൽവിൻ ആകുന്ന ടെമ്പറേച്ചർ ഉണ്ട്. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആകുന്ന എത്രയോ ലിറ്റർ വോളിയം കൂടി പരിഗണിക്കുന്നു. ആ സമയത്ത് ഒരു ഗ്യാസ് കോൺസ്റ്റൻറ്റ് കാണും. അതിനെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഓക്കെ ആണോ? ഇനി ഏത് കണ്ടീഷൻ എടുത്താലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്യാസ് കോൺസ്റ്റൻ്റ് ഉണ്ട്. അതിനെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. M എന്ന് പറഞ്ഞാൽ മാസാ. M എന്ന് പറയുന്ന ആളിനെ എനിക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? നമ്പർ ഓഫ് മോൾസ്, സ്മോൾ ലെറ്റർ N ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് ആകുന്ന ക്യാപിറ്റൽ ലെറ്റർ M എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? സ്മോൾ ലെറ്റർ M മാസ് = നമ്പർ ഓഫ് മോൾസ്, സ്മോൾ ലെറ്റർ N ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ M എന്ന് എഴുതാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? PV = ഈ എമ്മിന് പകരം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത NM എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി അവിടെ ആരുണ്ട്? R × T ഉണ്ട്. ഇനി ഈ M × R എന്ന് പറയുന്ന ആൾ = N × R' T എന്നാക്കിക്കോ. R' T എന്നാക്കിക്കോ. ആരുടെ വിലയാണ് ഞാനിപ്പോൾ പറഞ്ഞ? PV = N × R' T. PV = N × R' T. ഇതിനെ വിളിക്കുമ്പോൾ എന്ത് പേരിട്ട് വിളിക്കണം? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതിനെ വിളിക്കുമ്പോൾ എന്ത് പേരിട്ട് വിളിക്കണം? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇവിടെ ആറിനെ ഏത് പേരിട്ട് വിളിക്കണം? ഗ്യാസ് കോൺസ്റ്റന്റ്. എന്ത് ഗ്യാസ് കോൺസ്റ്റന്റ്? എടാ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ്. ഈ R' എന്ത് പേരിട്ട് വിളിക്കണം? ഗ്യാസ് കോൺസ്റ്റന്റ്. പക്ഷെ അവൻ്റെ പേരാ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇനി പഠിക്കാനുള്ളൊരു സാധനം, R' വാല്യൂ എത്രയാണെന്ന് കണക്കാക്കണം. 8.314 ആണ് കേട്ടോ. ജൂൾ പെർ മോൾ കെൽവിൻ എന്നാണ് അതിൻ്റെ യൂണിറ്റ്. ജൂൾ പെർ മോൾ കെൽവിൻ എന്നാണ് അതിൻ്റെ യൂണിറ്റ്. ജൂൾ പെർ മോൾ കെൽവിൻ എന്നാണ് അതിൻ്റെ യൂണിറ്റ്. പഠിച്ചു വെച്ചേക്കുക. ജൂൾ പെർ മോൾ കെൽവിൻ എന്നാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ബോയിൽസ് നിയമം എന്താ, ചാൾസ് നിയമം എന്താ, അവഗാഡ്രോ എന്താ, ഗേ-ലുസാക്ക് എന്താണെന്ന് അറിയാം. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുണ്ടാക്കിയ നിയമം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അവിടെ M എന്ന് പറയുന്നത് മാസാണ്, R എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ബാക്കി എല്ലാവരെയും അറിയാം. N = നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ M, അത് മോളിക്കുലാർ വെയിറ്റ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ M. സോ അവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. PV = N R', വേറെ R' എന്ന് പറയുന്നത് എന്താ? ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്. വാല്യൂ എത്ര? 8.314. ഇനി ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാകുന്നൊന്നുണ്ട് ഇതിന് മുന്നേ നടത്തിയ ക്ലാസ്സിൽ. അതിനെ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു തരാം. എടാ, ഞാൻ പറഞ്ഞു പോയപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ് എന്ന് പറഞ്ഞു, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് ടു മാസ് ആണ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണെന്ന് പറഞ്ഞു. ആരൊക്കെ എക്സാമ്പിൾസുകളെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം കേട്ടോ. ഞാൻ അറിയാതെ വിട്ടുപോയതാകുന്ന ഒരു ഭാഗമാണ്. എടാ, അറിഞ്ഞുകൊണ്ട് ഞാൻ ഇനി കാര്യമായിട്ട് അതിനെ പറഞ്ഞുതരാം. വോളിയം എന്ന് പറയുന്ന ആളൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള 2 വേരിയബിൾസുകൾ ആരൊക്കെയായിരുന്നു? പ്രഷർ, ടെമ്പറേച്ചർ. ഇവന്മാർ 2 പേരും എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണ്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആയാൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടികൾക്ക് ഉദാഹരണമായിട്ട് വോളിയം, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികൾക്ക് ഉദാഹരണമായിട്ട് പ്രഷർ, ടെമ്പറേച്ചർ. പഠിച്ചേ തീർന്നില്ല, ഇനിയും ആളുകളെ ചേർത്ത് വരാം. എടാ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിനകത്ത് ഞാൻ എഴുതുന്ന അടുത്ത ആളെ നോക്കൂ. ഹീറ്റ് കപ്പാസിറ്റി.
ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. വോളിയം ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി നോക്കേടാ, ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണടാ? ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ ആണോ? വോളിയം ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഹീറ്റ് കപ്പാസിറ്റി ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇന്റേണൽ എനർജി ഒരു എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ് മക്കളെ? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. മക്കളെ, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? ഇതെല്ലാം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, എന്നാലും ഈ പറയുന്ന രണ്ടാളുകളെയും കൂടെ പഠിച്ചു. എല്ലാ എനർജികളും ഓൾ ടൈപ്സ് ഓഫ് എനർജി. ഓക്കെ, എന്താണ്? എക്സ്റ്റൻസീവാണ്. അതിൽ രണ്ടുപേരെയും കൂടെ ചേർത്ത് തരാം. കേട്ടിട്ടുണ്ടാകും. ഗിബ്സ് ഫ്രീ എനർജി എക്സ്റ്റൻസീവ് ആണ് കേട്ടോ. ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാകും? അവൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആകും. അത് കഴിഞ്ഞാൽ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവനും എന്താണടാ? അവനും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. പറഞ്ഞു വാ. വോളിയം ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഹീറ്റ് കപ്പാസിറ്റി ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇന്റേണൽ എനർജി ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഗിബ്സ് ഫ്രീ എനർജി, ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി എല്ലാം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. മക്കളെ, പേരിൻ്റെ അറ്റത്ത് സ്പെസിഫിക് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇൻറ്റൻസീവ്. അതാ നോക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടോ? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. കണ്ടോ? അത് കഴിഞ്ഞാൽ സ്പെസിഫിക് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? അതും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ ആണോ? ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എടാ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഈ എക്സാമ്പിൾസുകളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനൊന്ന് വിട്ടുപോയി, ഞാൻ അതിനെ ഒന്ന് കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികളാകുന്ന ആളുകൾ ആരൊക്കെയാണ്? പ്രഷർ, ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് എൻട്രോപ്പി, സ്പെസിഫിക് എൻതാൽപ്പി, ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം തുടങ്ങിയ ആളുകളൊക്കെ ഇൻറ്റൻസീവ്. ടപ്പേന്ന് വേഗത്തിലൊന്ന് പറഞ്ഞേ. എക്സ്റ്റൻസീവുകളായിട്ട് വോളിയം, ഹീറ്റ് കപ്പാസിറ്റി, ഇന്റേണൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് ഫ്രീ എനർജി, ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി. ഇനി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞ പ്രഷർ, ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതുപോലെ സ്പെസിഫിക് എൻട്രോപ്പി, എൻതാൽപ്പി, സ്പെസിഫിക് എൻതാൽപ്പി, പിന്നെ എന്താ വരുന്നത്? ഡെൻസിറ്റി, അതുപോലെ തന്നെ എന്ത് വരും? സ്പെസിഫിക് ഗ്രാവിറ്റി, അതുപോലെ എന്ത് വരും? സ്പെസിഫിക് വോളിയം തുടങ്ങിയ ആളുകളൊക്കെ എന്താണ് മക്കളെ? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടികളാണ്. പഠിച്ചോ? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ പഠിച്ചതാകുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോ. എടാ, എന്താ പറഞ്ഞത്? പി വി = MRT എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അവിടെ NR' എന്നാക്കി മാറ്റാൻ ഇവിടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവന്നാൽ മതി. കൊണ്ടുവന്ന ഇക്വേഷൻ മാസ് = നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് ആഡ് ചെയ്തപ്പോൾ കിട്ടി. ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ കോൺസ്റ്റൻറ്റ് വാല്യൂ എത്ര? 8.314 ജൂൾ പെർ മോൾ കെൽവിൻ എന്നാണ്. ഓക്കെ ആണോ? അപ്പോൾ അതാണ്ട് ആ ഇക്വേഷൻ കൃത്യമാകുന്നവണ്ണം ഒന്ന് നോക്കിക്കോണേ. അവിടെ നമ്മൾ പറയുന്നു ദാണ്ട് ഈ ഒരു എന്താണ്? ബോയിൽസ് നിയമം, അതുപോലെ ഈ പറയുന്ന അവഗാഡ്രോസ് നിയമം, ചാൾസ് നിയമം, അതുപോലെ ഇവിടെ എന്തും വരുന്നുണ്ട്? ഈ പറയുന്ന ഗെയിലുസാക്കും വരുന്നുണ്ട്. സാധാരണ 3 എന്നേ പറയാറുള്ളൂ, എന്നാലും ഈ പറയുന്ന ഗെയിലുസാക്കിനെ നമുക്കവിടെ നോക്കാം. പ്രഷറും ടെമ്പറേച്ചറുമായിട്ട് ഡയറക്റ്റ് റിലേഷനില്ല ഈ എഴുതിയേക്കുന്ന ഇക്വേഷൻ പ്രകാരം. ഓക്കെ, ഇതെല്ലാം അവിടെ ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇത്രയും ആകുന്ന സാധനം കിട്ടുന്നു. PV = NRT. ഇവിടെ R' എന്നാണ് ഞാനവിടെ പറഞ്ഞത് പ്രകാരം R' ആണ് വരേണ്ടത്. ശരിയാണ്, അവിടെ മാറ്റമൊന്നുമില്ല. കൃത്യമായിട്ട് കിട്ടും. ഇനി ഞാൻ വിട്ടുപോയതാകുന്ന 1-2 കാര്യങ്ങളെ കൂടി നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിച്ച് തരാം. നമ്മുടെ ക്ലാസ്സിനകത്തേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയ 1-2 സാധനങ്ങളുണ്ട്. അതിനെ കൂടെ ഒന്ന് സെറ്റാക്കി തരാവേ. കാര്യം അവിടെ നിന്ന് പരീക്ഷയ്ക്ക് കൃത്യമാകുന്ന ചോദ്യങ്ങൾ വരുന്നതായ സാധനമാണ്. അതുകൊണ്ട് ഞാനതൊന്ന് ഓർമ്മിപ്പിച്ച് തരാം. അതാണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഈ പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ എക്സാമ്പിൾസുകളൊക്കെ ആര് വരും എന്ന് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തില്ല? ഡിസ്കസ് ചെയ്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്നതായ ആളുകൾ ആരൊക്കെ വരും എന്നൊന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് മക്കളെ, പ്രഷർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുപോലെ വോളിയം എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇതിനകത്ത് ആരായിരിക്കും ഈ പറയുന്ന ഇൻറ്റൻസീവ്, എക്സ്റ്റൻസീവ് ആകാൻ സാധ്യതയുള്ളതായ ആൾ?
നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, വോളിയം എന്ന് പറയുന്നതായ ആൾ ഡിപ്പെൻഡൻ്റ് ഓഫ് മാസ് അല്ലേ? വോളിയം എന്ന് പറയുന്ന ആൾ ഡിപ്പെൻഡൻ്റ് ഓഫ് മാസ് അല്ലേ? ആണ്. അതുകൊണ്ട് ഇവൻ എന്താ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, അതുകൊണ്ട് ഇവൻ എന്താ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അതുപോലെ പ്രഷർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, പ്രഷർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, എത്ര എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ട് എന്നല്ല, അവൻ അതിന് വേണ്ടുന്ന പണി അങ്ങ് നടത്തിക്കോളും. പ്രഷർ അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ആണ്, ഇതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അവിടെ എമൗണ്ട് ഓഫ് മാറ്റർ അല്ലല്ലോ അവിടുത്തെ വിഷയം. എന്തായാലും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് അതേപോലെ തന്നെ കാണിക്കും. എന്തായാലും അവൻ അവൻ്റെ പണി അങ്ങ് കാണിക്കും. അവനൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ ആണോ? അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻസീവ് ആണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻസീവ് ആണ് എന്ന് പറഞ്ഞു. ഡൗട്ടില്ലേ? ഇനി നമ്മൾ പറഞ്ഞത് വോളിയം എന്ന് പറയുന്ന ആൾ എക്സ്റ്റെൻസീവ് ആണ്. ഇനി ഇതാണ് നോക്കിക്കോണം, ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന ആളെന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ആളെന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഹീറ്റ് എന്ന് പറയുന്ന ആളാരാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. പൊട്ടൻഷ്യൽ എനർജി ആരാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ ആണോ? ഹീറ്റ് എന്നോ അല്ലെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതും എന്ത് തന്നെയാണടാ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ ആണോ? അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആളിൽ ഇൻറ്റർണൽ എനർജി വരുന്നുണ്ട്. ഹീറ്റ് എന്ന് പറയുന്ന ആളും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ആളും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഡൗട്ടില്ലേ? ഇനി പ്രഷർ എന്ന് പറയുന്ന ആൾ എന്താണ് മക്കളെ? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആളാരാ? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി ഞാൻ വേറെ ഒന്ന് രണ്ട് ആളുകളെയും കൂടെ ചേർത്ത് തരാം. എടാ, എൻതാൽപ്പി എന്ന് പറയുന്ന ആളായാലും എന്ന് പറയുന്ന ആളായാലും ഓക്കെ ആണോ? എൻതാൽപ്പി എന്ന് പറയുന്ന ആളായാലും എൻട്രോപ്പി എന്ന് പറയുന്ന ആളായാലും ഒക്കെ എന്ത് പ്രോപ്പർട്ടിയാ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാ. എന്ത് പ്രോപ്പർട്ടിയാ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാ. ഓക്കെ ആണോ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാ. ഇനി അവിടെ ഹെൽംഹോൾട്സ് കണ്ടോ? ഹെൽംഹോൾട്സ് കണ്ടോ? HOLTZ. ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവൻ എന്താടാ? ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എന്ന് പറയുന്ന ഒരാളുണ്ട്. അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ ആണോ? അവനും എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ ആണോ? അപ്പോൾ ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. വോളിയം എന്ന് പറയുന്ന ആൾ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓൾ ടൈപ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓൾ ടൈപ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓൾ ടൈപ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എൻതാൽപ്പി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എൻട്രോപ്പി എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. വോളിയം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റേർണൽ എനർജി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എൻതാൽപ്പി, എൻട്രോപ്പി, ഹീറ്റ് എന്താണ്? എല്ലാം എക്സ്റ്റെൻസീവ് എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഹെൽംഹോൾട്സ് ഫ്രീ എനർജി പോലെ ഒരാളൂടെ ഉണ്ട്, ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നൊരുത്തൻ. എന്താണ്? ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്ന ഒരാളുണ്ട്. അവനും എന്ത് തന്നെയാണ്? ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്ന ആളും എന്ത് തന്നെയാണ്? അവനും ഈ പറയുന്നത് പോലെ ഒരു എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ പറഞ്ഞില്ലേ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പെർ യൂണിറ്റ് മാസിനെ വിളിക്കുന്ന പേര് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നാണ്. അങ്ങനെ ആണെങ്കിൽ പേരിൻ്റെ അറ്റത്തൊരു സ്പെസിഫിക് എന്നുണ്ടോ? സ്പെസിഫിക് എന്നുണ്ടോ? അവൻ ഉറപ്പായിട്ടും ഇൻറ്റൻസീവാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. സ്പെസിഫിക് എൻതാൽപ്പി, സ്പെസിഫിക് എൻതാൽപ്പി, സ്പെസിഫിക് എൻതാൽപ്പി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ ആണോ? എടാ ഒന്നുകൂടെ, പ്രഷർ ഇൻറ്റൻസീവ്, ടെമ്പറേച്ചർ ഇൻറ്റൻസീവ്, സ്പെസിഫിക് എന്നുണ്ടെങ്കിലും ഇൻറ്റൻസീവ്. സ്പെസിഫിക് എൻതാൽപ്പി, സ്പെസിഫിക് ഹീറ്റ്, സ്പെസിഫിക് എൻട്രോപ്പി, അതുപോലെ സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി, ഡെൻസിറ്റി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. കണ്ടോടാ, പേരിൻ്റെ അറ്റത്ത് സ്പെസിഫിക് എന്നുണ്ടെങ്കിൽ ഇൻറ്റൻസീവ്, പ്രഷർ ടെമ്പറേച്ചർ ഇൻറ്റൻസീവ്, ഡെൻസിറ്റി ഇൻറ്റൻസീവ്, ബാക്കി എല്ലാ ടൈപ്പ് എനർജികളും എന്താണ്? എക്സ്റ്റെൻസീവ്. എന്താണ്? വോളിയം എക്സ്റ്റെൻസീവ്. കണ്ടോ? ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് എല്ലാം എക്സ്റ്റെൻസീവ്. ഗിബ്സ് ഫ്രീ എനർജി, ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എല്ലാം എക്സ്റ്റെൻസീവ്. ഇത്രയും ആകുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചോ മക്കളെ? ഇത്രയും ആകുന്ന കാര്യങ്ങൾ വളരെ വളരെ ഭംഗിയാകുന്ന വണ്ണം പഠിച്ചു. എല്ലാ കാര്യങ്ങളും കൃത്യമാകുന്ന വണ്ണം പറഞ്ഞാണ് മക്കളെ നിങ്ങളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെയാണ്? എല്ലാ കാര്യങ്ങളും കൃത്യമാകുന്ന വണ്ണം പറഞ്ഞാണ് മക്കളെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡൗട്ടുകളൊന്നുമില്ലാതെ കൃത്യമാകുന്ന വണ്ണം കൂടെ വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ അല്ലേ? അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്ന ആളിനെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ച് തരട്ടെ. എന്താണെന്നാ പറഞ്ഞത്? പി വി ഇസ് ഈക്വൽ ടു എന്താണെന്നാ നമ്മൾ പഠിച്ച MRT. ഓക്കെ, എം മാസ്, ആർ ഗ്യാസ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ഫോർ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, പി ഫോർ പ്രഷർ, വി ഫോർ വോളിയം. ഇവിടെ പ്രഷറിൻ്റെ വോളിയം ഇസ് ഈക്വൽ ടു N ഇൻറ്റു എം ഇൻറ്റു ആർ ഇൻറ്റു ടി എന്നാക്കാം. N ഇൻറ്റു എം എന്ന് പറയുന്നത് മാസിന് പകരം എഴുതുന്ന ആളാണ്. ഈ എമ്മും ആറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇതെന്താകും? N ഇൻറ്റു ആർ ഡാഷ് ടി എന്നാകും. വേറെ ആർ ഡാഷ് എന്ന് പറയുന്ന സാധനം എന്താ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. വാല്യൂ എന്താ? 8.314 ജൂൾ പെർ ജൂൾ പെർ മോൾ കെൽവിൻ എന്നാണ് വരിക. ജൂൾ പെർ മോൾ കെൽവിൻ എന്നാണ് വരിക. ഓക്കെ ആണോ? ഇത്രയും ആകുന്ന കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഇല്ല. കൃത്യമാകുന്നത് പഠിച്ചു. ശരി, അപ്പോൾ അടുത്തതാകുന്ന സാധനത്തിനകത്തേക്ക് വരാം. ടപ്പേന്ന് കുറച്ച് ചോദ്യങ്ങളൂടെ ചെയ്യണം കേട്ടോ. എടാ, ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എടാ നോക്കേ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി കണ്ടോ, ട്രാൻസ്ഫേർഡ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് എ സിസ്റ്റം ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. എടാ ടെമ്പറേച്ചർ ഡിഫറൻസുകളാകുന്ന സാഹചര്യം കൊണ്ട് ഇതൊരു സിസ്റ്റമാണ്, ഇതൊരു സറൗണ്ടിങ്ങാണ്. ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഇവിടെ വേറൊരു ടെമ്പറേച്ചർ ഉണ്ട്. രണ്ടും രണ്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവർക്കിടയിൽ എന്തുണ്ടാകും? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഹൈ ടെമ്പറേച്ചർ റീജിയണിൽ നിന്ന് ലോ ടെമ്പറേച്ചർ റീജിയണിലേക്ക് ഒരു എനർജിയുടെ ഫ്ലോ നടക്കും. ഹൈ ടെമ്പറേച്ചർ റീജിയണിൽ നിന്ന് ലോ ടെമ്പറേച്ചർ റീജിയണിലേക്ക് ഒരു എനർജിയുടെ ഫ്ലോ നടക്കും. ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇവൻ ഇങ്ങനെ ക്രോസ് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ കലത്തി വെള്ളം ഒഴിച്ച് ചൂടാക്കുമ്പോൾ അടുത്ത് പോയി നിന്നാൽ മതി. ചൂടടിക്കുമ്പോൾ നമുക്ക് ചൂട് കൊള്ളുന്നുണ്ട്, എന്തോ ചൂടായിട്ടൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ടെന്ന് അറിയാൻ പറ്റും. അതല്ലേ? അത്രയേ ഉള്ളൂ. ഇനി നോക്കേടാ, എന്താ പറഞ്ഞേക്കുന്നത്? സിസ്റ്റം ഡസ് നോട്ട് കണ്ടെയ്ൻ ഹീറ്റ്. ഒരു സിസ്റ്റം എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഹീറ്റ് എന്ന് പറയുന്ന ആളിനെ ഉൾക്കൊള്ളുന്നില്ല, കണ്ടെയ്ൻ ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? അപ്പോൺ എൻ്ററിങ് ദ ഹീറ്റ് ഈസ് കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ ഓർ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ്. പഠിച്ചു വെക്കണം. ഹീറ്റ് എന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രൂപം മാത്രമാണ്. എനർജിയുടെ ട്രാൻസ്ഫർ നടക്കുന്ന ഒരു രൂപം മാത്രമാണ്. ഒരിക്കലും ഒരു സിസ്റ്റം അതിനെ സ്റ്റോർ ചെയ്യുന്നത് ഹീറ്റിൻ്റെ രൂപത്തിലല്ല, മറിച്ച് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്നിവയുടെ രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കുക. എ സിസ്റ്റം ഡസ് നോട്ട് കണ്ടെയ്ൻ ഹീറ്റ് ബട്ട് അപ്പോൺ എൻ്ററിങ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ ഓർ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ്. ഇനി എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഫോളോവുഡ്. കണ്ടോ, എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് അവിടെ എത്രത്തോളം ആകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് എന്നതിനെയും കണക്കിലെടുക്കേണ്ടി വരും. അതുപോലെ ദ പാത്ത് ഫോളോവുഡും കണക്കിലെടുക്കേണ്ടി വരും. എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് പാത്ത് ഫോളോവുഡിനെ പരിഗണിക്കണം. അതുപോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഉണ്ടാകും എന്നും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്താ? സോ ഇവിടെ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. കണ്ടോ, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. പഠിച്ചു വെച്ചോ. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്നതായ രൂപം മാത്രമാണ്, എനർജിയുടെ രൂപം മാത്രമാണ് ഹീറ്റ്. അതൊരിക്കലും സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്നില്ല, പ്രോപ്പർട്ടിയെ ഡിഫൈൻ ചെയ്യുന്നില്ല. സോ നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം, ബട്ട് ഇറ്റ് ഈസ് എ പാത്ത് ഫംഗ്ഷൻ. ഏത് വഴിയിൽ കൂടിയാണോ അവൻ പോകുന്നത് അതിനനുസൃതമാകുന്ന വണ്ണം ഇതിൻ്റെ വാല്യൂസിനകത്ത് വേരിയേഷൻ ഉണ്ടാകും. സോ ഇറ്റ് ഈസ് എ പാത്ത് ഫംഗ്ഷൻ. ബട്ട് ഏത് വഴിയിൽ കൂടിയാണോ പോകുന്നത് അതുകൊണ്ട് മാറ്റം, അതുകൊണ്ട് അതൊരു പാത്ത് ഫംഗ്ഷൻ. അത് ഒരു പ്രോപ്പർട്ടി അല്ല ആരുടെ? സിസ്റ്റത്തിൻ്റെ. പഠിച്ചോ. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന രൂപമാണ്. ഒരിക്കലും ഇത് എന്തല്ല, ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് സംഭവിക്കുന്നത്. ഒരിക്കലും ഇത് എന്തല്ല, ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല, മറിച്ച് ഒരു സിസ്റ്റം ഈ പറയുന്ന ഹീറ്റിനെ സ്റ്റോർ ചെയ്യാറുമില്ല. മറിച്ച് എൻ്റർ ആയി കഴിഞ്ഞാൽ കൈനറ്റിക് ഓർ പൊട്ടൻഷ്യൽ എനർജി വേരി ചെയ്യും മോളിക്യൂൾസിൻ്റെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യുന്നേ പറയുന്നുള്ളൂ. അതൊരു പാത്ത് ഫംഗ്ഷനുമാണ്. പഠിച്ചോ. അടുത്തതാകുന്ന കാര്യത്തിനകത്തേക്ക് വരാം. എടാ, ഇത് എപ്പോഴും മനസ്സിലാക്കി വെക്കണം. ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം എന്നാണെങ്കിൽ അകത്തേക്ക് കൊടുക്കുന്നതിനെ പോസിറ്റീവായിട്ട് കണക്കാക്കണം. കണ്ടോ, അകത്തേക്ക് കൊടുക്കുന്ന ഹീറ്റിനെ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി പോസിറ്റീവ്. ഇനി ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് ഹീറ്റ് പുറത്തേക്കാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയണം? നെഗറ്റീവ് എന്നും പറയണം. മനസ്സിലാവുമോ? അപ്പോൾ ഒരു ചോദ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന രീതിയിൽ കണ്ട ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം ആണെങ്കിൽ പ്ലസ് ക്യൂ ഇട്ട് പറയും, മൈനസ് ക്യൂ ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സിസ്റ്റം എന്നായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ?
അപ്പോൾ ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ആണെങ്കിൽ പ്ലസ് ക്യൂ, ഹീറ്റ് എന്താണ് ആഡഡ് ടു ദ സിസ്റ്റം ആണെങ്കിൽ പ്ലസ് ക്യൂ, ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ അത് മൈനസ് ക്യൂ. ഇനി ഒരു കാര്യം കൂടെ അവിടെ ചിന്തിക്കണേ, ഇവിടെ ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നത് പറയും, ഇൻറ്റേർണൽ എനർജി ഇൻക്രീസസ്. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടുന്നു എപ്പോൾ, അകത്തേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ. ഇനി എന്താ, ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ് എപ്പോൾ, അകത്ത് നിന്നുള്ള ഹീറ്റിനെ വലിച്ച് പുറത്തേക്ക് കളയുമ്പോൾ ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ്. ഓക്കെ ആണോ ആ കാര്യവും പഠിച്ചു. ഇനി എന്താ അടുത്ത പഠിക്കേണ്ടത്, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്ന സാധനം. എടാ നമ്മൾ നേരത്തെ ഹീറ്റ് എന്താന്ന് പറഞ്ഞു, ഓക്കെ ആണോ, ആ സെയിം സാധനം പെർ യൂണിറ്റ് മാസ് ആക്കിയാൽ മതി, പ്രശ്നം കഴിഞ്ഞു. പെർ യൂണിറ്റ് മാസ് ആക്കിയാൽ മതി, ഓക്കെ ആണോ, പെർ യൂണിറ്റ് മാസ് എന്നാക്കിയാൽ മതി, പ്രശ്നം കഴിഞ്ഞു. ഇതാ എന്താന്ന് നോക്കേടാ, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയേർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ഓഫ് യൂണിറ്റ് മാസ്. കണ്ട, യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം, 1 ഗ്രാം അത്ര കണ്ട് യൂണിറ്റ് ആകുന്ന ഒരു ഭാഗത്തെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ അവൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് റേസ് ചെയ്യാൻ എന്താകുന്ന എനർജി ആവശ്യമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയേർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി യൂണിറ്റ് മാസ്. യൂണിറ്റ് മാസ് വലിപ്പത്തിലുള്ളതാകുന്ന ഒരു വസ്തു, യൂണിറ്റ് മാസ് വലിപ്പത്തിലുള്ളതാകുന്ന വസ്തു, യൂണിറ്റ് മാസ് തൂക്കമുള്ളതാകുന്ന ഒരു വസ്തു, അവൻ്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ 1 ഡിഗ്രി റേസ് ചെയ്യാൻ എന്തോരമാകുന്ന ഹീറ്റിൻ്റെ ആവശ്യമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാ എന്ത്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയുകയാണ്, എൻ്റെ കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്, ഒരു 1 kg ഓഫ് ഒരു മെറ്റീരിയൽ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ ഇരിക്കുന്നത് ഒരു 298 കെൽവിനിലാണ് എന്ന് വിചാരിക്കുക. ഈ 299 കെൽവിൻ ആകണമെങ്കിൽ ഞാൻ എത്രത്തോളം ആകുന്ന എനർജി ആ 1 kg ഓഫ് മെറ്റീരിയലിനകത്തേക്ക് കൊടുക്കേണ്ടി വരും. ആ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയെ വിളിക്കുന്ന പേര് സ്പെസിഫിക് ഹീറ്റ് എന്നാണ്. മനസ്സിലായോ? ഇനി നോക്കേ, ഗ്യാസസ് ക്യാൻ ബി ഹീറ്റഡ് അണ്ടർ കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം. ഗ്യാസുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവനെ കോൺസ്റ്റൻ്റ് ആകുന്ന പ്രഷറിലും കോൺസ്റ്റൻ്റ് ആകുന്ന വോളിയത്തിലും ഹീറ്റ് ചെയ്യാൻ പറ്റും. ഗ്യാസുകളാകുന്ന ആളുകളെ കോൺസ്റ്റൻ്റ് ആകുന്ന പ്രഷറിലും കോൺസ്റ്റൻ്റ് ആകുന്ന കോൺസ്റ്റൻ്റ് ആകുന്ന പ്രഷറിലും കോൺസ്റ്റൻ്റ് ആകുന്ന വോളിയത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഹീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്ന ആൾ 2 ടൈപ്പ് ഉണ്ട്. അത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ ആണോ? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്ന ആൾക്ക് 2 വാല്യൂസ് ഉണ്ട്, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള വാല്യൂവും അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള വാല്യൂ. ഓക്കെ ആണോ? ഇനി ഒരു പർട്ടിക്കുലർ ആകുന്ന കണ്ടീഷൻ പരിഗണിച്ചിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂവും കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂം, സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. സിക്ക് സഫിക്സ് ആയിട്ട് പി എഴുതിയാൽ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലെ ഈ പറയുന്ന കോൺസ്റ്റൻറ്റ് പ്രഷറിലെ ഈ പറയുന്ന സ്പെസിഫിക് ഹീറ്റ്. ഈ ഞാൻ പറഞ്ഞില്ലേ, 1 കിലോഗ്രാം ആകുന്ന മെറ്റീരിയലിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ എന്തോരമാകുന്ന ആളിനെ വേണ്ടി വന്നു, എനർജിയെ വേണ്ടി വന്നു. ആ എനർജി കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് സംഭവിച്ചത്, കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ്. അതാണ് വ്യത്യാസം. ഈ 2 പേരുടെയും കൂടെ റേഷ്യോ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആളിനെ ഞാൻ ഗാമ എന്നാ വിളിക്കാം. ഗാമ എന്നാ വിളിക്കാം. ആ റേഷ്യോ ഓഫ് CP/CV എന്ന് പറയുന്നതിനെ ഞാൻ എന്തെന്നാ വിളിക്കുക മക്കളെ, ഗാമ എന്നാ വിളിക്കുക. ഒന്നുമില്ല, ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, ഗാമ എന്നാ വിളിക്കുക. ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഗാമ എന്നാ വിളിക്കുക. സോ CP/CV എന്ന് പറയുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും, ഗാമ എന്നായിരിക്കും പറയുക. ഇനി ഒരു കാര്യം കൂടെ പഠിച്ചോ, ഇവിടെ എയർ ആണ് നമ്മൾ എടുത്തതാകുന്ന മെറ്റീരിയൽ എന്ന് ഇരിക്കട്ടെ. ആ യൂണിറ്റ് മാസിലിരിക്കുന്ന ഗ്യാസിനെ അല്ലേ നമുക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഗ്യാസിനെ അല്ലേ കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് നമ്മൾ പറഞ്ഞത്. ഗ്യാസ് ആകുമ്പോൾ അവിടെ എയർ ആണ് ഞാൻ എടുത്തതെന്ന് വിചാരിക്കും. എയർ ആണെങ്കിൽ CP/CVയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1.4. എയർ ആണെങ്കിൽ CP/CV ഈസ് 1.4. യൂണിറ്റ് ഒന്നുമില്ല, അത് ഒരു യൂണിറ്റ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. CP/CV ഡയമെൻഷനും ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. CP/CV ഈസ് ഈക്വൽ ടു എന്തോ വരും ഇവിടെ 1.4 വരും. ഇനി അവിടെ CP എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ നോക്കണേ, CP എന്നാണെങ്കിൽ 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനും CV ആണെങ്കിൽ 0.718. ഇത് നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ ഈ വാല്യൂ മാത്രം പഠിച്ചത് 1.4. ഞാൻ പറഞ്ഞില്ലേ, വേണ്ടുന്ന മാത്രം മതി. എന്തോരമാകുന്ന കാര്യങ്ങൾ വേണോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, അത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ്. സ്പെസിഫിക് എന്നുണ്ട്, അപ്പോൾ യൂണിറ്റ് മാസ് ആയിരിക്കും. സ്പെസിഫിക് എന്നുണ്ടെങ്കിൽ യൂണിറ്റ് മാസ്. ഇതെന്ത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? ഇൻറ്റൻസീവ് ടൈപ്പ് പ്രോപ്പർട്ടി ഉള്ളൊരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ അല്ലേ? ഇനി യൂണിറ്റ് മാസ് 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഗ്യാസസ് ക്യാൻ ബി ഹീറ്റഡ് അണ്ടർ കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ 2 എന്തുണ്ടാവും, സ്പെസിഫിക് ഹീറ്റ് വാല്യൂസ് ഉണ്ടാവും. ആ സ്പെസിഫിക് ഹീറ്റ് വാല്യൂസിൻ്റെ CP/CV എപ്പോഴും റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും, ഗാമ. ഇത് എയർ ആണെങ്കിൽ ആ CP/CVയുടെ ഗാമയുടെ വില എന്തായിരിക്കും, 1.4. ഓക്കെ ആണോ? പഠിച്ചു വെച്ചേക്കണം കേട്ടോ,
പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി എന്താണ് വർക്ക് എന്ന് നോക്കേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും, ശരിയല്ലേ? ഇനി ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലാതെയുള്ളതാകുന്ന എന്തെങ്കിലും ആകുന്ന ഒരു റീസൺ അവിടെ ഉണ്ടാകുന്നെങ്കിൽ അത് വർക്ക് എന്ന് പറയുന്ന ആളായിരിക്കും. എനർജി ട്രാൻസ്ഫേർഡ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് എ സിസ്റ്റം ഓൺ അക്കൗണ്ട് ഓഫ് റീസൺസ് അതർ ദാൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ആകുന്ന ആളല്ലാതെ അതർ റീസൺസുകളാണെങ്കിൽ അത് ഉറപ്പായിട്ടും വർക്കായിരിക്കും. ഇത്രയും പഠിച്ചാൽ മതി. ഇനി ഇവിടെ വർക്ക് എന്ന് പറയുന്ന ആളും ഹീറ്റ് ട്രാൻസ്ഫർ പോലെ തന്നെ പാത്ത് ഫംഗ്ഷനാണ്. വർക്ക് ട്രാൻസ്ഫർ ആകുന്ന ആളും ഹീറ്റ് ട്രാൻസ്ഫർ പോലെ തന്നെ പാത്ത് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. ഇതെന്തല്ല? പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം അല്ല. വർക്ക് എന്ന് പറയുന്നതും എന്താണ്? ഒരു എനർജിയുടെ രൂപത്തിൽ കൊടുക്കുക. ഇത് അവിടേക്ക് സ്റ്റോർ ചെയ്യുകയാണ് വേണ്ടത്. സ്റ്റോർ ചെയ്യുന്നത് വേറൊരു ഫോമിലായിരിക്കും. അതുകൊണ്ട് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ബട്ട് ഇറ്റ് ഈസ് എ പാത്ത് ഫംഗ്ഷൻ. ഇനി നോക്കേ, വർക്ക് ഡൺ. നമ്മൾ നേരത്തെ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം എന്നാണെങ്കിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞു. അതുപോലെ ടു ദ സിസ്റ്റം, ഔട്ട് ഓഫ് ദ സിസ്റ്റം ആണെങ്കിൽ അത് നെഗറ്റീവ്. അതുപോലെ ഇവിടെ നോക്കിയാൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. കേട്ടോ, ഞാൻ സിസ്റ്റമാ, ഞാനാണ് വർക്ക് ചെയ്തതെങ്കിൽ, ഞാനാണ് സിസ്റ്റം, ഞാനാണ് വർക്ക് ചെയ്തതെങ്കിൽ അവിടെ പോസിറ്റീവായിരിക്കും. വർക്ക് കൺസിഡർ ടു ബി പോസിറ്റീവായിരിക്കും. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, എന്നെയാണ്, എൻ്റെ മുകളിലേക്കാണ് വർക്ക് എന്നാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിരിക്കും. കേട്ടോ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ് ആൻഡ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ്, ബൈ ദ സിസ്റ്റം പോസിറ്റീവ്. ഓക്കെ, ബി പോസിറ്റീവ് എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് ബൈ എന്താണ് ബൈ ബി പോസിറ്റീവ് എന്ന് പറയത്തില്ല. അപ്പോൾ ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്. അത് കഴിഞ്ഞ് ഓൺ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. ഓർത്ത് വെച്ചേരെ കേട്ടോ. അടുത്തത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു 10-15ഓളം ചോദ്യങ്ങൾ ടപ്പേന്ന് ചെയ്തു മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണോ? അടുത്തത് നമുക്ക് ഈ പറയുന്ന ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഈ പറയുന്ന ചോദ്യങ്ങളോടാകുമ്പോൾ നമ്മൾ ഇതുവരെ ആകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് അതെല്ലാം തറവായി മാറും. ഓക്കെ ആണോ? ഇതുവരെ എന്തൊക്കെയാകുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതൊക്കെയും തറവായി മാറും. ഓക്കെ അല്ലേടാ? ഇത്രയും കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ആകുന്ന ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കൃത്യമാകുന്നുണ്ട് എല്ലാ പോയിന്റിലൂടെയും കടന്നു പോകാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ ചോദ്യങ്ങൾ ചെയ്യാം കേട്ടോ. മക്കളെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. നമുക്ക് നൈസിനൊരു റിവിഷൻ നടത്താം കേട്ടോ. അതുമാത്രമല്ല, ഇന്ന് ഞാനൊരു ന്യൂമറിക്കൽ ആകുന്ന പ്രോബ്ലം ഒരു 3 എണ്ണം കൂടി ഞാൻ നിങ്ങൾക്ക് തരും ഹോംവർക്കായിട്ട് ചെയ്യാൻ. അടുത്ത ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് ആ ചോദ്യങ്ങളിൽ നിന്നുമായിരിക്കും കേട്ടോ. ശരി, അപ്പോൾ നോക്കിക്കോ. വിച്ച് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം അലൗസ് ബോത്ത് മാസ് ആൻഡ് എനർജി ടു ക്രോസ് ദ ബൗണ്ടറി? അപ്പോൾ അവിടെ മാസ് എനർജിയും പോകണം കേട്ടോ. സച്ച് ആസ് എ കപ്പ് ഓഫ് ഹോട്ട് ടീ ലെഫ്റ്റ് ഓപ്പൺ എന്നിവിടെ കിടപ്പുണ്ടല്ലോ, പിന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഓപ്പൺ സിസ്റ്റമാണ് അതിൻ്റെ ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ആളെ നോക്കാവേ. വാട്ട് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ സിസ്റ്റം? മാസ് ഓഫ് ദ സിസ്റ്റത്തിന് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കണം? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. IN ഇൻഡിപെൻഡൻറ്റ് എന്നതിന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യം നോക്കുക. വാട്ട് ഈസ് ആൻ ഇൻഫൈനൈറ്റ്ലി സ്ലോ? കണ്ടോ, ഇൻഫൈനൈറ്റ്ലി സ്ലോ തെർമോഡൈനാമിക് പ്രോസസ് ഡ്യൂറിങ് വിച്ച് ദ സിസ്റ്റം റിമൈൻസ് ഇൻ ഇന്റേണൽ ഇക്വിലിബ്രിയം. ഇന്റേണൽ ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അറ്റ് ഓൾ ടൈംസ് എങ്കിൽ അതിനെ കോൾഡ് സൈക്ലിക് പ്രോസസ് ആണോ? അല്ല. നോൺ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണോ? അല്ല. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആണോ? ആണ്. ഐസെൻട്രോപിക് പ്രോസസ് അല്ലേ? ഓക്കെ ആണ്. അടുത്തതാകുന്ന ചോദ്യം നോക്കുക. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, ബോയിൽസ് നിയമം എന്നത് പരിഗണിക്കുമ്പോൾ ഹൗ ഡസ് ദ വോളിയം ഓഫ് എ ഗ്യാസ് ബിഹേവ്? വോളിയം എങ്ങനെ? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആണോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എങ്ങനെ ബിഹേവ് ചെയ്യും? നോക്കടാ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ടു അബ്സല്യൂട്ട് പ്രഷർ. തെറ്റ്. ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. തെറ്റ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇതാണ് ശരി. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ ആണോ? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് പ്രഷർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്തത് നോക്ക്. വിച്ച് ഗ്യാസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ? കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ വോളിയവും ടെമ്പറേച്ചറും അവർക്ക് വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആകുന്നത് ഏത് നിയമത്തിലെന്ന് അറിഞ്ഞാൽ മതി. ആരാത്? ചാൾസ് ലോ. ആരാടാ? ചാൾസ് ലോ. ആരാത്? ചാൾസ് ലോ. അടുത്ത നോക്കേ. ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു nRT. PV ഈസ് ഈക്വൽ ടു nRTയിലെ N എന്ന് പറയുന്നത് വാട്ട് വേരിയബിൾ ഡസ് ദി ലെറ്റർ N റെസ്പോൺസ് ടു? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അല്ല, അത് T.
നമ്പർ ഓഫ് മോൾസ് ആണോ? അതെ, ഇതാണ് അതിൻ്റെ ആൻസർ. ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ കിലോഗ്രാംസ് ആണോടാ? അല്ല. ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് അല്ല. അവിടെ ആറാണ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ എൻ ആണ് വരുന്നതെങ്കിൽ ഇത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് കേട്ടോ. ഓക്കെ ആണോ? എൻ ആണെങ്കിൽ ഇവിടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. എം ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റുമാണ്. അതൊന്ന് മനസ്സിലായിക്കോ. ഇത് നമ്പർ ഓഫ് മോൾസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കേ. അക്കോർഡിംഗ് ടു തെർമോഡൈനാമിക് സൈൻ കൺവെൻഷൻ ഹൗ ആർ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം? ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റം ഈസ് പോസിറ്റീവ് ആണ്. ആൻഡ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോൾ ബൈ ദ സിസ്റ്റം, ബൈ ബി പോസിറ്റീവ്. അപ്പോൾ ബൈ ദ സിസ്റ്റം എന്ത് തന്നെയാണ്? പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പോസിറ്റീവ് അല്ലേ? ഹീറ്റ് ട്രാൻസ്ഫേർഡ് പോസിറ്റീവ്, എന്താണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഓപ്ഷൻ എ തന്നെ ആയിരിക്കും ആൻസർ. നോക്കേടാ, ഇവിടെ നെഗറ്റീവ് അല്ല, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അല്ല, രണ്ടും പോസിറ്റീവാണ്. കണ്ടീഷൻ കറക്റ്റ് ആക്കി. ഓക്കെ ആണേ. അടുത്തത് എന്താണെന്ന് നോക്കേ. വൈ ആർ ഹീറ്റ് ആൻഡ് വർക്ക് കൺസിഡേർഡ് ആസ് പാത്ത് ഫങ്ഷൻസ്? ഇവന്മാരെ പാത്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താ? അവന്മാർ ഏത് വഴി കൂടെ പോകുന്നോ അതിനനുസരിച്ചുള്ള സ്വഭാവമേ അവന്മാർ കാണിക്കത്തുള്ളൂ. ഏത് വഴി ഇൻ ദ സെൻസ് ഏതാകുന്ന സ്റ്റേറ്റുകളിലൂടെ പോകുന്നു എന്ന് താ നോക്കണം. എന്താണ് ഇങ്ങനെയാകുന്നൊരു പ്രോപ്പർട്ടിക്ക് കാരണം എന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് ദേ ക്യാൻ ഓൺലി എക്സിസ്റ്റ് ഇൻസൈഡ് ദ ഐസൊലേറ്റഡ് സിസ്റ്റം. അങ്ങനെ വല്ലതും പറഞ്ഞു ഞാൻ ഇല്ല. ബിക്കോസ് ദെയർ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പെസിഫിക് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്സ് ഫോളോഡ് ഡ്യൂറിങ് ട്രാൻസിഷൻ. കണ്ടോ, ഏതാകുന്ന സ്റ്റേറ്റുകളിലൂടെ പോകുന്നോ അതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? ഇനീഷ്യൽ ഫൈനൽ പ്രോസസ്സിനെ അനുസരിക്കുന്നത് അതൊന്നും അല്ല. ബിക്കോസ് ദേ ആർ ഡിപ്പെൻഡൻറ്റ് ഓഫ് മാസ്, അതൊന്നും അല്ല. അവർ ഏതാകുന്ന വഴിയിലൂടെ പോകുന്നു, ഏതാകുന്ന സ്റ്റേറ്റുകളിലൂടെ പോകുന്നു, അതിനനുസരിച്ചുള്ളൊരു വാല്യൂ ആയിരിക്കും അവന്മാർ തരുന്നത്. അതുകൊണ്ട് അതിനെ പാത്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അടുത്ത എന്താ? വാട്ട് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ? എന്താണ് സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ? ഗാമ. CP/CV വാല്യൂ എന്ത് വരും? സ്റ്റാൻഡേർഡ് എയർ ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദ പ്രൊവൈഡഡ് മെറ്റീരിയൽ. ആൻസർ CP/CV എന്ത് വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്? CP/CV എന്ത് വരുമെന്നാണ് പറഞ്ഞത്? 1.4. ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഇനി അടുത്തതാകുന്നൊരു ചോദ്യം നോക്കേ. ഒരു സ്ക്യൂബ ഡൈവറിൻ്റെ കേസാണ്. സ്ക്യൂബ ഡൈവർ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം. സ്ക്യൂബ ഡൈവർ എന്ന് കേട്ട് കഴിഞ്ഞാലേ മനസ്സിലായിക്കോണം ഇത് ബോയിൽസ് നിയമമാണ്. ബോയിൽസ് നിയമം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ചോദ്യം സോൾവ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കുള്ള ഹോംവർക്കാണ് ഒന്നാമത്തെ ഹോംവർക്ക്. ബോയിൽസ് നിയമം വരുമ്പോഴേ നമുക്ക് ഓർമ്മയിലുണ്ട് P1 V1 = P2 V2 ആണ് ഇക്വേഷൻ. ഓക്കെ ആണോ? P1 V1 = P2 V2. ഇതിനകത്ത് അവരെന്താ കണ്ടുപിടിക്കാൻ പറയുന്നത് അത് നിങ്ങൾ കണ്ടുപിടിച്ചോ. ഓക്കെ, അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഹൈ ഓൾട്ടിറ്റ്യൂഡ് വെതർ ബലൂൺ എന്ന് കാണുമ്പോഴേ ആലോചിച്ചോണം അത് ചാൾസ് ലോയാ. ഏത് ലോയാ? ചാൾസ് ലോയാ. ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ T ആ. അല്ലെങ്കിൽ എന്താ പറയുക? V1/T1 = V2/T2. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ഈ ചോദ്യത്തിന് ആൻസർ കണ്ടുപിടിക്കൂ. ഓക്കെ ആണോ? ഇക്വേഷൻ ഇത് ഉപയോഗിക്കൂ. ഈ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കൂ. ഓക്കെ, രണ്ടാമത്തെ ഹോംവർക്ക്. ഇനി നമ്മുടെ ലാസ്റ്റ് ഹോംവർക്ക് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു 3 moles ഓഫ് നൈട്രജൻ ഗ്യാസ് ഉണ്ട് കേട്ടോ. ഇത് വെറുതെ അതിൻ്റെ ഇടയിൽ വന്നതാണ്. ഫ്ലെക്സിബിൾ സ്റ്റോറേജ് ബ്ലാഡർ കണ്ടെയ്ൻസ് 3 moles ഓഫ് നൈട്രജൻ ഗ്യാസ്. 3 moles നൈട്രജൻ ആകുന്ന ഗ്യാസ് ഉണ്ട്. ശരി, നൈട്രജൻ എന്ന് പറഞ്ഞാൽ N2. ഓക്കെ ആണോ? അതുപോലെ അവർ 60 ലിറ്റർ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ 1.5 ആകുന്ന കണ്ടീഷൻ വരുമ്പോഴേക്കും അവിടെ എക്സ്റ്റേണൽ സ്റ്റോറേജിനകത്ത് എന്താണ് അവിടുത്തെ വാട്ട് ഈസ് ദ ന്യൂ ടോട്ടൽ വോളിയം ഓഫ് ദ ബ്ലാഡർ എന്നാണ് ചോദിക്കുന്നത്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ, അതിനനുസരിച്ച് ഉപയോഗിക്കുന്നു, കണ്ടുപിടിക്കുന്നു. ഓക്കെ ആണോ? അവിടെ പറഞ്ഞിട്ടുള്ളത് 3 moles ഓഫ് നൈട്രജൻ എന്ന് പറയുന്നുണ്ട്, മീൻസ് ക്വാണ്ടിറ്റി പറയുന്നുണ്ട്. പിന്നെ അവിടെ 60 liters വോളിയം പറയുന്നുണ്ട്. പിന്നെ 1.5 വോളിയം. ഇത് ഏത് നിയമമാണ്, ഏതാകുന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാനൊരു ശ്രമം നോക്ക്. മറ്റേത് ആ വേർഡുകൾ കാണുമ്പോൾ മനസ്സിലാവും. ഇത് എങ്ങനെ മനസ്സിലാക്കുന്നു? ഇതും കൂടെ അടുത്ത ക്ലാസ്സിലൊരു ഹോംവർക്ക് ആകുന്നതുകൊണ്ടൊന്ന് ചെയ്തുകൊണ്ട് വാ. നമ്മുടെ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 3 ചോദ്യങ്ങളിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേതാകുന്ന ഈ ക്ലാസ് എല്ലാവർക്കും കാര്യമാകുന്ന രീതിയിൽ തന്നെ പിടികിട്ടിയിട്ടുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു മക്കളെ. അപ്പോൾ ഒരുപാടാകുന്ന സന്തോഷം. നിങ്ങൾക്കിങ്ങനെ ഒരുപാടാകുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ നിങ്ങളും എന്നോടൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും ബൈ.